K for Kerala, C for Congress. കേരളം ദേശീയ രാഷ്ട്രീയത്തിന് സമ്മാനിച്ച പാൻ ഇന്ത്യൻ മുഖം. KC വേണുഗോപാലിൻ്റെ കൂടിയാണ് നമ്മുടെ ഇന്നത്തെ ദിവസം. ഈ PM ശ്രീ പദ്ധതി നടപ്പിലാക്കാനുള്ള അജണ്ട എവിടെ നിന്നുണ്ടായതാണ്? CPM-ന്റെ ഏത് പോളിറ്റ് ബ്യൂറോ അംഗീകരിച്ചതാണ്? ഏത് പാർട്ടി കോൺഗ്രസ് അംഗീകരിച്ചതാണ്? ഏത് CPM സെക്രട്ടേറിയറ്റ് അംഗീകരിച്ചാണ്? ഞങ്ങളുടെയൊക്കെ സ്കൂൾ എന്ന് പറഞ്ഞ ഒരു പാർട്ടി ഗ്രാമത്തിന് നടുക്കാണ് CPM-ന്റെ. സ്കൂളിനകത്ത് സമരം ചെയ്ത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ പുറത്തുനിന്ന് CPM-കാർ വന്ന് വളഞ്ഞു പിടിച്ച് ആക്രമിച്ചു. തിരഞ്ഞെടുപ്പ് ഹൈജാക്ക് ചെയ്താണ്, അട്ടിമറിച്ചതാണ്, റിഗ്ഗിംഗ് ആണ് നടന്നിരിക്കുന്നത്. അവിടെ പോയ എല്ലാവർക്കും അറിയാം ബീഹാറിൽ നടന്ന ഇതാണ്. നേരെ എൻ്റെ കണ്ണൂരിലെ തറവാട്ട് വീട്ടിലേക്ക് എനിക്കൊരു ഭക്ഷണം അവിടെ രാത്രി എല്ലായ്പ്പോഴും അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. ഒരു രാത്രി ഞാനെത്തും, പിറ്റേ ദിവസം മുഴുവൻ അമ്മയുടെ കൂടെ ആയിരിക്കും. വല്ലാത്തൊരു ബോണ്ടിങ് ആണ് എനിക്ക് എൻ്റെ ലൈഫ്. താങ്കൾ നേരത്തെ ചോദിച്ചല്ലോ മുഖ്യമന്ത്രി ആവണമെന്നല്ലോ. നമ്മൾ ഏറ്റവും ആദ്യം എൻ്റെ അടുത്ത് പറഞ്ഞത് KC ഉണ്ടാവുക ഫോർട്ട് കൊച്ചിയിലാണെന്നാണ്. അപ്പോൾ എൻ്റെ ഒരു ധാരണ ശരിക്കും ഫോർട്ട് കൊച്ചിയിലാണെങ്കിൽ അപ്പോൾ ഫോർട്ട് കൊച്ചിയിൽ ഏതെങ്കിലും ഒരു ഗസ്റ്റ് ഹൗസിൽ വളരെ സമാധാനപരമായി ഉണർന്നെഴുന്നേൽക്കുന്ന KC എന്നുള്ളതായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു സങ്കല്പം. പക്ഷേ ആ സങ്കല്പങ്ങളെ പാടെ അട്ടിമറിച്ചുകൊണ്ട് ആലപ്പുഴയിൽ നിന്നും തിരക്കിട്ട് വണ്ടി ഓടിച്ച് വരുന്ന KC ആണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. എനിക്ക് അത്ഭുതം തോന്നുന്ന ഒരു കാര്യം, എപ്പോഴാണ് ഇപ്പോൾ രാവിലെ എഴുന്നേൽക്കുന്നത്? ഞാൻ മെനിഞ്ഞാന്ന് രാത്രി ആണ് ഡൽഹിയിൽ നിന്ന് വന്നത്. രാത്രി വന്നത് അവിടുത്തെ ഡൽഹിയിലെ ജോലികളൊക്കെ പൂർത്തീകരിച്ച് 2 മണിയുടെ ഫ്ലൈറ്റ് തിരുവനന്തപുരത്ത് ഇറങ്ങി. തിരുവനന്തപുരത്തെ വീട്ടിൽ വന്ന് കുടുംബം അവിടെയാണ് താമസിക്കുന്നത്. അവിടെ വന്നിറങ്ങി. അപ്പം ഞാൻ രാവിലെ 8 മണി 9:30 മണിക്ക് ഇറങ്ങിയിട്ട് അവിടുത്തെ കോർപ്പറേഷൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം ഒരു DCCകളിൽ മീറ്റിംഗ് ഉണ്ടായിരുന്നു, അവലോകനമൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് മുമ്പ് തന്നെ. ഉച്ചയ്ക്ക് ശേഷം നെടുമങ്ങാടും അതുപോലെ തന്നെ കാര്യറ്റിലും കഴിഞ്ഞ് കൊല്ലം ടൗണിലും പരിപാടി കഴിഞ്ഞപ്പോൾ തന്നെ 9 മണിയായി രാത്രി. അത് കഴിഞ്ഞ് ഞാൻ കരുനാഗപ്പള്ളി വന്നു. നേരെ 12 മണിക്കാണ് ഞാൻ കരുനാഗപ്പള്ളിയിൽ നിന്ന് ഇറങ്ങിയത്. വീട്ടിലെത്തിയപ്പോൾ ഒരു 1:30 മണിയായില്ല. ആലപ്പുഴ വീട്ടിൽ കിടന്ന ഉടനെ തന്നെ ഉറക്കം വരുത്തൊന്നുമില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു 2:30 ആയിട്ടുണ്ടാവും ഉറങ്ങുമ്പോൾ. 5 മണി 5:30 ആകുമ്പോൾ 2.5 മണിക്കൂർ ഉറക്കം കഴിഞ്ഞിട്ടാണ് പോകുന്നത് നേരെ. അപ്പോൾ ഇവിടെ ഇവരുടെ പരിപാടി 7:30 മണിക്ക് എത്തണം എന്ന് പറഞ്ഞു. അപ്പോൾ 7:30 എത്തണമെങ്കിൽ 6 മണിക്ക് അവിടെ നിന്ന് പുറപ്പെട്ടാലേ പറ്റുള്ളൂ. ഇത് അസാമാന്യമായിട്ടുള്ള ഒരു എനർജി വേണ്ട ഒരു കാര്യമാണല്ലോ ഈ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത്. തീർച്ചയായും. ഈ ഉറങ്ങാതെ എങ്ങനെയാണ് KCക്ക് ഇത്രയും എനർജി ഉണ്ടാകുന്നത്? പാർട്ടിയുടെ പരിപാടികളിലും പ്രവർത്തനങ്ങളിലും അതുപോലെ നമ്മുടെ ഔദ്യോഗിക പ്രവർത്തനങ്ങളിലൊക്കെ ഇറങ്ങുമ്പോൾ നമുക്കൊരു വിൽ പവറാണ് നമ്മൾ നയിക്കുന്നത്. എൻ്റെ ഡെയിലി റൂട്ടീൻ ഏകദേശം ഇങ്ങനെ തന്നെയാണ്. യാത്രകൾ, അതുപോലെ തിരിച്ച് യാത്രകൾ, അതിനിടയിൽ യാത്രകൾ, മീറ്റിങ്ങുകൾ, ഇങ്ങനെയൊക്കെ ഒരു കൃത്യമായ സമയം എനിക്ക് ഉറങ്ങാൻ കിട്ടുന്നത് വളരെ ചുരുക്കം. ഞാൻ ഈ കുറച്ചു കാലം മുൻപ് CR മഹേഷിൻ്റെ ഒരു പോസ്റ്റ് വായിച്ചത് ഓർമ്മിക്കുന്നുണ്ട്. അതായത് ഒരു കോള് ചെയ്ത സമയത്ത് KC അത് ഫോൺ എടുത്തില്ല. അതിനുശേഷം തിരിച്ചു വിളിക്കുമ്പോഴാണ് KCയുടെ ഒരു ആ ദിവസത്തെ അല്ലെങ്കിൽ ഒരു 2 ദിവസമായിട്ടുള്ള ചാർട്ടിനെ കുറിച്ച് ഞാനത് വായിക്കുന്നത്. ഞാൻ തന്നെ ഞെട്ടിപ്പോയി. കാരണം ബീഹാറിൽ നിന്ന് ഡൽഹിയിലേക്ക്, ഡൽഹിയിൽ നിന്ന് കുവൈറ്റിലേക്ക് സത്യത്തിൽ യാത്ര ചെയ്ത് മടുത്തില്ല KCക്ക്? അല്ലെങ്കിലും എനിക്ക് യാത്ര ഇഷ്ടമാണ്. പക്ഷേ ഈ യാത്രകൾ അനിവാര്യമായ യാത്രകളാണ്. നമ്മളൊരു ജോലി ഏറ്റെടുക്കുമ്പം ആ ജോലിയോട് ആത്മാർത്ഥത പുലർത്തുക എന്ന് പറയുന്നത് നമ്മുടെ മനസാക്ഷിയോട് ചെയ്യുന്ന ഏറ്റവും വലിയ നീതിയായിരിക്കും. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരുത്തനാണ്. ഒരു വിദ്യാർത്ഥി നേതാവായിട്ട് വളർന്നു വരുന്ന സമയത്തൊക്കെ നമ്മൾ സ്വപ്നം കണ്ടിട്ടുണ്ടാവുമല്ലോ നമ്മളെ കുറിച്ചിട്ട്. അങ്ങനെ സ്വപ്നം കണ്ട ഒരു ജീവിതമാണോ ഇപ്പോൾ? ഒരിക്കലും അല്ല. ഞാൻ സ്വപ്നം കണ്ടതും എൻ്റെ കുടുംബം സ്വപ്നം കണ്ടതും ഒന്നും ഇതല്ല. കാരണം വെച്ചാൽ ഞാനൊരു കൊച്ചു ഗ്രാമത്തിലാണ് ജനിച്ചത്. പയ്യന്നൂരല്ല, പയ്യന്നൂരിൽ നിന്ന് ഉള്ളിലോട്ട് പോയിട്ട് കണ്ടോന്താറ് എന്ന് പറയുന്നത് നമ്മുടെ കൈതപ്പുറം നാമോരം നമ്പൂരിയൊക്കെ ഉണ്ടായിരുന്ന വണ്ണാത്തിപ്പുഴയുടെ ജസ്റ്റ് തീരെ കണ്ണാടി. ഇലക്ട്രിസിറ്റി പോലും ഇല്ല ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത്. എൻ്റെ വീട്ടിൽ അപൂർവങ്ങളായ ബസ്സുകളേ ഉള്ളൂ. നടന്നിട്ടാണ് സ്കൂളിൽ പോകാറുള്ളത്. എത്ര കിലോമീറ്റർ? 4-5 കിലോമീറ്റർ നടക്കണം സ്കൂളിലേക്ക് പോകണമെങ്കിൽ, ഹൈസ്കൂളിൽ പോകണമെങ്കിൽ. UP സ്കൂൾ എൻ്റെ വീടിന് മുമ്പിലായിരുന്നു. എൻ്റെ കുടുംബത്തിൽ എല്ലാവരും കോൺഗ്രസ്സുകാരായിരുന്നു. അച്ഛൻ കോൺഗ്രസ്സുകാരനായിരുന്നു, അടിയുറച്ച കോൺഗ്രസ്സായിരുന്നു. ആ ഒരു പശ്ചാത്തലം ഉണ്ട് എനിക്ക്. സ്കൂളിൽ പോയ ഉടനെ തന്നെ KSU പ്രവർത്തകനായിട്ട് മാറുകയായിരുന്നു ചെയ്തത്. അത് 13-ാമത്തെ വയസ്സിൽ. 13-ാമത്തെ വയസ്സിൽ എന്ന് പറയുമ്പോൾ 8ാം ക്ലാസ്സിൽ. 8ാം ക്ലാസ്സിൽ? അത് ഏത് വർഷമായിരിക്കും? അത് 76 അതൊരു 76, 77. 76 എന്നൊക്കെ പറയുന്ന സമയത്ത് അപ്പോൾ 50 വർഷം. അതെ, 76-ല് ഞാൻ ഇവിടെ 25 വർഷമൊക്കെ വൻ ആഘോഷമായിട്ട് ആളുകൾ ആഘോഷിക്കുന്ന കാലത്ത് നമ്മുടെ രാഷ്ട്രീയ ജീവിതത്തിന്റെ ഒരു 50 വർഷം
ഒരു നൂറ്റാണ്ട് പൂർത്തിയാക്കുക എന്നൊക്കെ പറയുന്നത് ഒരു വലിയ സെലിബ്രേഷൻ അല്ലേ? താങ്കളുടെ ചോദ്യത്തിലേക്ക് ഞാൻ വന്നില്ല, ഉത്തരത്തിന് വന്നില്ല. അല്ല, ഞാനത് ഇടയ്ക്ക് കയറിയത് കാരണം ഇതെന്തുകൊണ്ട് പിന്നെ ഇത് ആഘോഷിക്കാത്ത ഇത്രയും വലിയൊരു സംഭവം? അങ്ങനെ KCയുടെ ജീവിതത്തിന്റെ 50 വർഷങ്ങൾ, രാഷ്ട്രീയ ജീവിതത്തിന്റെ, സ്വന്തം ജീവിതത്തിന്റെ ആഘോഷങ്ങളിൽ ഞാൻ വിശ്വസിക്കാറേ ഇല്ല. എന്റെ പിറന്നാൾ പോലും എനിക്ക് എന്റെ വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ആഗ്രഹമായിട്ടും കൂടെ കുട്ടിക്കോ, അതായത് ഇപ്പോൾ KCയുടെ ഒരുപാട് ആരാധകരുണ്ട്, KCയുടെ ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട്, അണികളുണ്ട്, നമ്മുടെ ഇത്രയും ശക്തമായിട്ടുള്ളൊരു നേതൃനിരയുണ്ട് നമുക്ക്. എൻ്റെ ഒരു പേഴ്സണൽ ഒരു റിക്വസ്റ്റ് ആയിട്ട് മാത്രം കുട്ടിയാൽ മതി, KCയുടെ രാഷ്ട്രീയ ജീവിതത്തിന്റെ 50 വർഷങ്ങൾ അത് ആഘോഷിക്കുക തന്നെ വേണം എന്നുള്ളതാണ് എൻ്റെ ഒരു നിലപാട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഉത്തരത്തിലേക്ക് വരാം. അതെ, അപ്പം ഞാനത് അപ്പം അച്ഛൻ കണിശ സ്വഭാവക്കാരനാണ്, രാഷ്ട്രീയമൊന്നും പോകുന്നൊന്നും ഇഷ്ടമല്ലായിരുന്നു. അച്ഛന് എഞ്ചിനീയർ ആക്കണം ആഗ്രഹം. അന്ന് എൻട്രൻസ് ഒന്നുമില്ല, ഡയറക്റ്റ് മാർക്ക് ബേസിലാണ് എഞ്ചിനീയറിംഗ്. അപ്പോൾ എനിക്ക് തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജ്, പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ട്രിവാൻഡ്രം എഞ്ചിനീയറിംഗ് കോളേജിൽ കൊടുത്ത് ഞാൻ അപ്ലിക്കേഷൻ കൊടുത്ത് എനിക്ക് അഡ്മിഷൻ കിട്ടി. ആ അഡ്മിഷൻ കിട്ടുന്ന സമയത്ത് ഞാൻ പയ്യന്നൂർ കോളേജിൽ ഫസ്റ്റ് DC പഠിക്കുകയാണ്, മാത്തമാറ്റിക്സ്. അപ്പോൾ അന്നേരം അവിടെ കോളേജ് ഇലക്ഷൻ ആരംഭിച്ചു. ഞാൻ സ്ഥാനാർത്ഥിയാണ്, യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിൽ സ്ഥാനാർത്ഥിയാണ്, UEC ആയിട്ട് മത്സരിക്കുകയാണ് ഞാൻ. ആദ്യമായിട്ട് നമ്മളെ പേര് ചുമരെഴുതുന്നത് അന്നാണ്. KC വേണുഗോപാൽ വിജയിപ്പിക്കുക, KS സാരഥി വിജയിപ്പിക്കുക. അപ്പോൾ തീപാറുന്ന പോരാട്ടം. ഞങ്ങളുടെ കോളേജ് എന്ന് പറഞ്ഞാൽ പയ്യന്നൂർ കോളേജ് രാഷ്ട്രീയത്തിൻ്റെ തീവ്രം ബാധിച്ച കോളേജാണ്. കംപ്ലീറ്റ് പൊളിറ്റിക്സ് ആണ് അവിടെ പയ്യന്നൂർ കോളേജിൽ. അവിടെ മത്സരിച്ച് അപ്പോഴാണ് ഇതിൻ്റെ ഇൻ്റർവ്യൂ കാർഡ് വരുന്നത്, നമ്മുടെ മെമ്മോ വരുന്നത്. എഞ്ചിനീയറിംഗ് കോളേജിൽ ഇൻ്റർവ്യൂവിന് പോയായിട്ട് ഞാനത് പൂർത്തീകരിച്ചു. അപ്പോൾ നമ്മുടെ ഒരു ആവേശം, മനസ്സിനുള്ളിലൊരു പാഷൻ പൊളിറ്റിക്സിനോട് ഉണ്ടായിരുന്നു, അത് വ്യക്തമാക്കുന്നതാണത്. അച്ഛൻ ചോദിച്ചപ്പോൾ വന്നില്ല എന്ന് പറഞ്ഞു, കണ്ടിട്ടില്ല. അതങ്ങ് ഞാൻ ഉപേക്ഷിച്ചിട്ട് കോളേജിൽ പഠിച്ചു. പിന്നെ ആ ഇലക്ഷനൊക്കെ കഴിഞ്ഞ് ഞാൻ ജയിച്ചു. നമുക്ക് എഞ്ചിനീയറിംഗിൽ നിന്ന് നേരെ രാഷ്ട്രീയത്തിലേക്ക് KC വഴിമാറിയ കാര്യത്തിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. പക്ഷേ ഭയങ്കര കൗതുകത്തോടു കൂടിയാണ് സത്യത്തിൽ ഞാൻ ഈ കഥ കേട്ടിരിക്കുന്നത്. നമുക്ക് ആ കഥകളിലേക്ക് കൂടി കടക്കാനുണ്ട്. പക്ഷേ അതിന് മുൻപ് നമുക്കിപ്പോൾ ഫോർട്ട് കൊച്ചിയിൽ ഭവന സന്ദർശനത്തിന് വേണ്ടിയിട്ട് അവിടെ നമുക്ക് കൈ അണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഭവന സന്ദർശനം കഴിഞ്ഞ ശേഷം നമ്മൾ നേരെ KCയുടെ ജീവിതം എൻ്റെയൊക്കെ ഒരു ചെറുപ്പകാലത്തെ നോക്കുകയാണെങ്കിൽ എൻ്റെ ഏറ്റവും വലിയ ഹീറോസ് എന്ന് പറയുന്നത് അന്ന് രാവിലെ മുറ്റത്തിറങ്ങിയിട്ട് പ്രിൻസിപ്പളിൻ്റെ ഓഫീസിൻ്റെ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് സ്ട്രൈക്ക് ഓൺ എന്ന് വിളിക്കുന്ന ചേട്ടന്മാരായിരുന്നു. KCയുടെ ലൈഫിലെയും സൂപ്പർ ഹീറോസ് എന്ന് പറയുന്നത് ഏറ്റവും ആദ്യം ഈ സമരം വിളിക്കുന്ന ചേട്ടന്മാരെ കണ്ടിട്ടാണ് നമുക്ക് ഒരു ആരാധന തുടങ്ങിയത്. എൻ്റെ മനസ്സിനകത്ത് കൃത്യമായിട്ട് ഒരു പാഷൻ ഉണ്ടായിരുന്നു, ഒരു സ്റ്റുഡൻറ് പൊളിറ്റിക്സിനോടുള്ള. ഞാൻ കുറച്ച് പഠിക്കുന്ന വിദ്യാർത്ഥിയായിരുന്നു എന്നാണ് അധ്യാപകർ പറയാം. സാധാരണ സമരം ചെയ്ത് നടക്കുന്ന ചേട്ടന്മാരാണ് പിൽക്കാലത്ത് നേതാക്കന്മാരായി മാറുക. പക്ഷെ ഒരിക്കലും ഒരു പഠിപ്പിസ്റ്റ് നേതാവായി ഞാൻ കണ്ടിട്ടില്ല. ശരിക്കും പഠിപ്പിസ്റ്റ് ആയിരുന്നോ? പഠിപ്പിസ്റ്റ് ആണെന്ന് ഞാൻ സ്വയം പറഞ്ഞ അർത്ഥമില്ല. പക്ഷെ കണക്കറിയാവുന്ന ആൾക്കാരെ പൊതുവെ പഠിപ്പിസ്റ്റ്. ഞാൻ കണക്കിന് ഭയങ്കര കണക്കെന്ന് പറയുന്നത് എൻ്റെ ഒരു ഹരമായിരുന്നു. അപ്പോൾ ഞാൻ കണക്കിൻ്റെ മാഷാണ് എൻ്റെ ക്ലാസ് ടീച്ചർ, 8ാം ക്ലാസ്സിൽ. അപ്പോൾ 8ാം ക്ലാസ്സിൽ ഞാൻ ആദ്യം പോയി ചേർന്ന് കഴിഞ്ഞ് ഒരു ദിവസം പുറത്തുനിന്ന് മുദ്രാവാക്യം വിളിച്ച് സമരമായിട്ട് വന്നിട്ട്, അപ്പം ഞാൻ ആ ക്ലാസ്സിൽ അറിയപ്പെടുന്ന എൻ്റെ പാർട്ടി എല്ലാവർക്കും അറിയാം KS. അപ്പോൾ എന്നെ നമ്മുടെ നേതാവ് എബ്രഹാം, അയാൾക്ക് ജീവിച്ചില്ല, അയാളെ കൊന്നു. അവനെന്നെ വിളിച്ചിട്ട് സാറ് പറയും വിടുത്തില്ല, ആ പഠിക്കുന്ന കുട്ടികളാണ് ജിജ്ഞാസം. ഞാൻ പറഞ്ഞു സാർ ആളുകൾ പോയിട്ട് വരാം. സാറ് മനസ്സിലോടെ എന്നാൽ പോയിട്ട് പെട്ടെന്ന് വരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പുറത്ത് പോയപ്പോൾ ഇവർ വാ എന്ന് പറഞ്ഞ സമരത്തിൻ്റെ ആവേശത്തിലോട്ട് വന്ന് പിന്നെ സ്കൂളിൽ സമരം വിളിക്കുകയായിരുന്നു. ഞങ്ങളുടെയൊക്കെ സ്കൂൾ എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടി ഗ്രാമത്തിൻ്റെ നടുക്കാണ്, CPMൻ്റെ. സ്കൂളിനകത്ത് സമരം ചെയ്ത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ പുറത്തുനിന്ന് CPMകാർ വന്ന് വളഞ്ഞു പിടിച്ച് ആക്രമിച്ചു. എൻ്റെ ആദ്യത്തെ SFI അകത്തിരുന്ന് ഒരടി ഉണ്ടായാൽ നമ്മുടെ കുട്ടികളും തിരിച്ചടിക്കും. അപ്പോൾ അവിടെ ചേർത്ത് നിൽക്കാൻ പറ്റുന്ന ഒരാളുകളാണ് നമ്മളുള്ളത്. പക്ഷേ ഇത് പുറത്തുനിന്നുള്ളവരാണ്, നാട്ടുകാർ വന്നിട്ട് അടിച്ച് ഓട്ടെന്ന് പറഞ്ഞാൽ ഇപ്പോഴും എനിക്ക് മറക്കാൻ പറ്റുന്നില്ല. ആദ്യത്തെ അനുഭവമാണ്, ഇങ്ങനൊന്നൊരു സംഭവം ഉണ്ടാകുന്ന നമുക്കറിയില്ലല്ലോ. അപ്പോൾ അന്ന് അടിച്ച് അന്ന് സ്കൂളിൻ്റെ ബാക്കിൽ കാടാണ്, ആ കാട്ടിനകത്തോട്ട് പോയി. എൻ്റെ കൂടെ ഒരാൾ എൻ്റെ ക്ലാസ് പഠിക്കുന്നൊരു ഉണ്ടായിരുന്നു, ആ ക്ലാസ് പഠിക്കുന്ന ഗോപാലകൃഷ്ണൻ കണ്ണട ഉണ്ടായിരുന്നു. അത് അയാൾ കണ്ണട വീണുപോയി, അയാൾക്ക് തപ്പി നടക്കാൻ പറ്റുന്നില്ല. പിന്നെ അയാളെയും കൂട്ടി നിൽക്കേണ്ട സ്ഥിതി. അങ്ങ് കാടിനകത്ത് വെച്ച് നിർത്തിയിട്ടാണ് രക്ഷപ്പെട്ടത് അടിയിൽ. അങ്ങനെ പിന്നെ മനസ്സിനകത്ത് എന്താ
ഒരു ഉറച്ചു. ഇത്തരം അനുഭവങ്ങളിൽ നിന്നാണല്ലോ നമ്മൾ ഉറക്കുന്നത്. KSU എന്നുള്ള നടക്കണമെന്ന് ഉറച്ച് പിന്നെ ഞാൻ തന്നെ സമരം നയിക്കാനും സമരം നടത്താനും 8ലും 9ലും 10ലും മത്സരിച്ചു ക്ലാസ് ലീഡറായി. അതാണ് ഒരു രാഷ്ട്രീയത്തോടുള്ള ഒരു അഭിനിവേശം തുടങ്ങുന്ന കാലം. ഈ എഞ്ചിനീയറിങ്ങിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു, പക്ഷേ ഇപ്പോൾ MSc മാത്സിൽ ഫസ്റ്റ് ക്ലാസ്സോടുകൂടി പാസ്സായിട്ടുള്ള ഒരാളാണ് ശരിക്കും KC എന്ന് പറയുന്നത്. MSc മാത്സിലൊക്കെ പോയി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും, അല്ലെങ്കിൽ അതിൽ ഫസ്റ്റ് ക്ലാസ്സിലൊക്കെ പാസ്സായി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ക്ലർക്ക് പരീക്ഷ എഴുതുകയോ അല്ലെങ്കിൽ ഒരു സെക്രട്ടേറിയറ്റിൽ ജോലിക്ക് ലഭിക്കുകയോ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നൊരു സാഹചര്യം ആ കാലത്തുണ്ടായിരുന്നു. അങ്ങനെയൊന്നും ശ്രമിച്ചിട്ടുണ്ട്? സെക്കൻഡ് ഇയർ പഠിക്കുമ്പം നമ്മൾ BSc സെക്കൻഡ് ഇയർ ആണ്. BSRB ടെസ്റ്റുകൾ ഭയങ്കരമായിട്ട് പ്രാധാന്യമുള്ളൊരു കാലഘട്ടമായിരുന്നു. ബാങ്കിങ് സർവീസ് റിക്രൂട്ട്മെന്റ് ബോർഡിൻ്റെ. അതായത് നമ്മുടെ ബാങ്കിലെ ജോലിക്കൊന്ന് വലിയ പാഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പരീക്ഷ എഴുതി ഇപ്പോൾ എഴുതാൻ പോയി. എക്സാം ഞാൻ ക്വാളിഫൈ ചെയ്തു. അതിൻ്റെ ഇൻ്റർവ്യൂ കാർഡും വന്നു. നമ്മൾ കുറേ മുക്കിയിട്ടുണ്ട്. അപ്പോഴും പിന്നെ ഈ പറയുന്ന പോലെ സെക്കൻഡ് ഇയറിൽ ഞാൻ വീണ്ടും മത്സരിക്കുകയാണ് യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായിട്ട്. ഫസ്റ്റ് ഇയറിന് കഴിഞ്ഞ് 2ാമത്തെ കൊല്ലം. അന്നേരമാണ് ഈ കാർഡ് വരുന്നത്. അപ്പോൾ ജോലി വേണോ, കോളേജിൽ തുടരണോ, അത് രാഷ്ട്രീയം ഒക്കെ തന്നെ. അപ്പോൾ ഞാൻ ഇത് അങ്ങ് ഓപ്റ്റ് ചെയ്യായിരുന്നു. അതുകൊണ്ട് ജോലി വേണ്ടെന്ന് വെച്ചു. MSc കാലാകുമ്പോഴേക്കും ഞാൻ ഒരു പകുതി ഉഴപ്പായി. കാരണം എനിക്ക് വോളിബോൾ കളിക്കണം, രാഷ്ട്രീയ പ്രവർത്തനം, മീറ്റിംഗ്. അന്ന് ഞാൻ KSUവിൻ്റെ ജില്ലാ സെക്രട്ടറിയും സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് മെമ്പറൊക്കെ ആയതുകൊണ്ട് എല്ലായിടത്തും മീറ്റിങ്ങിന് പോകണം. അവിടെ ഇവിടെയൊക്കെ വേണം. മാത്സിലൊന്നും അങ്ങനെ ഉഴപ്പുന്ന പാടില്ലല്ലോ, ആർട്സ് സബ്ജക്റ്റ് പോലെ അല്ലല്ലോ. മാത്സിൽ ജയിച്ചു കഴിഞ്ഞു, എന്നാലും ഫസ്റ്റ് ക്ലാസ്സോട് ജയിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ വേണമെങ്കിൽ ജോലിക്ക് ഹാജരാവാൻ. ആ കോളേജ് കോൺഗ്രസ് നിയന്ത്രിക്കുന്ന ഒരു കോളേജ് ഭരണസമിതിയാണ്, എൻ്റെ കോളേജ് തന്നെ. മാത്തമാറ്റിക്സിന് ഒഴിവുണ്ടായിരുന്നു. വേണമെങ്കിൽ അന്ന് PG മതി, അന്ന് അഡീഷണൽ ക്വാളിഫിക്കേഷൻ ഒന്നും വേണ്ട. ലെക്ചറാകാൻ MSc മാത്രം മതി. അതൊന്നും വേണ്ട, അന്നൊന്നും വേണ്ട. അധ്യാപകനാവാനായിരുന്നു എനിക്ക് മോഹമുള്ളൊരു ജോലി ഏതെന്ന് ചോദിച്ചാൽ എന്നോട് ചോദിച്ചാൽ ടീച്ചറാവാനാണ്. എൻ്റെ മനസ്സിൽ ഏത് ജോലിയാണ് നിങ്ങൾക്ക് മാത്സ് ടീച്ചർ തന്നെയായിരിക്കും. മാത്സ് ടീച്ചർ മാത്സല്ലേ ഞാൻ പഠിക്കണം. മാത്സെല്ലാം മലയാളം. താങ്കൾ കറക്റ്റാണ്. ആഗ്രഹമുണ്ടായിരുന്നു, ജോലി ചെയ്തായിരുന്നു. ഞാൻ ഇടയ്ക്ക് ട്യൂട്ടോറിയൽ കോളേജിൽ പോയി പഠിപ്പിക്കാറുണ്ട്. MScക്ക് പഠിക്കുന്ന സമയത്ത് തന്നെ അവിടെ പോയിട്ട് പഠിപ്പിക്കുമായിരുന്നു. പക്ഷേ അതിനും ഞാൻ പോയില്ല. അപ്പോൾ കഴിഞ്ഞ് MSc മാത്തമാറ്റിക്സ് കഴിയുമ്പോഴേക്കും ഞാൻ KSUവിൻ്റെ സംസ്ഥാന കമ്മിറ്റിയിലൊക്കെ വന്നു. ഇപ്പോൾ പൊളിറ്റിക്സിലേക്കുള്ള അപ്പോഴും വീട്ടുകാരുടെ നിർബന്ധം ഉണ്ടായിരുന്നു ജോലിയിൽ എന്തെങ്കിലും കയറണം എന്നൊക്കെ. പക്ഷെ ഞാൻ ഈ യാത്രയിലോട്ട് അങ്ങ് പോയി. എൻ്റെ രാഷ്ട്രീയമാണ് എൻ്റെ വഴിയിൽ നിന്ന് തിരിച്ചറിയുന്ന നാളുകളായിരുന്നു ആ ദിവസങ്ങൾ. പഠനം എന്ന് പറയുന്നത്, രാഷ്ട്രീയം എന്ന് പറയുന്നത്, അതിൻ്റെ കൂടെ തന്നെ KC ഒരു വലിയ കാലം വരെ ചേർത്ത് പിടിച്ചത് വോളിബോളാണ്. വോളിബോൾ പ്ലെയർ ആയിരുന്നു, നാട്ടിൽ അറിയപ്പെടുന്ന പ്ലെയർ ആയിരുന്നു, ടീമുകളിൽ ഉണ്ടായിരുന്നു. വോളിബോൾ ഒരു ഹരമാണ് എനിക്ക്. ഇപ്പോഴും വഴിയിലൂടെ പോകുമ്പോൾ എവിടെയെങ്കിലും വോളിബോൾ കളിക്കുമ്പോൾ ഞാൻ വണ്ടി നിർത്തി കാണും. ഭാരത് ജോഡോ യാത്ര നടക്കുന്ന സമയം രാഹുൽ ഗാന്ധിയുടെ കൂടെ യാത്ര നടത്തി കൊണ്ടുപോകുന്ന മധ്യപ്രദേശിലും ഒരു രാജസ്ഥാനിലും ഒത്തിയൊക്കെ തന്നെ വോളിബോൾ ഉണ്ടാവും വൈകുന്നേരങ്ങളിലെ ക്യാമ്പുകളിൽ. ഞാൻ കളിക്കുമായിരുന്നു. ഞാൻ ഒരുപാട് നാളായിട്ട് കണക്ഷൻ ഇല്ല, പരിശീലനവും ഇല്ല. പക്ഷേ എങ്കിലും വോളിബോൾ എന്ന് പറയുമ്പോൾ നമുക്ക് അത് എൻ്റെ ഗ്രാമത്തിൽ, ഞാൻ പറഞ്ഞില്ലേ കൊച്ചു ഗ്രാമമാണ്, അവിടെ ഞങ്ങൾക്കൊരു ജോളി ബ്രദേഴ്സ് എന്ന് പറഞ്ഞ ടീമുണ്ട്. ഞാനാണ് അതിൻ്റെ സെക്രട്ടറി അന്ന്. ആ ടീമിൻ്റെ സെക്രട്ടറി, ക്ലബിൻ്റെ സെക്രട്ടറി. ഞങ്ങൾ വോളിബോൾ ഒരു ടീമുണ്ട്. ഞങ്ങൾ നല്ല കളിക്കാരും ഉണ്ടായിരുന്നു. ജില്ലയിലെ തന്നെ അറിയപ്പെടുന്ന കളിക്കാരുടെ ടീമായിരുന്നു അത്. ഞങ്ങൾ എല്ലായിടത്തും കളിക്കാൻ പോകും. വോളിബോൾ കോളേജിൽ എൻ്റെ കോളേജിൽ നല്ല ടീമായിരുന്നു. പയ്യന്നൂർ കോളേജ് ടീമിൻ്റെ ക്യാപ്റ്റനായിരുന്നു ഞാൻ. പിന്നെ കയ്യിൽ പോക്കറ്റിൽ ആദ്യമായിട്ട് ഒരു വരുമാനം കിട്ടിയത് വോളിബോളിലൂടെയാണ്. അന്നത്തെ കാലം നിങ്ങൾ ആലോചിച്ച് നോക്കുക. 80-90കളിലെ കാലത്ത് 100 രൂപ പോക്കറ്റിൽ കിട്ടുക എന്ന് പറയുന്നത്, നമ്മൾ കളിക്കാൻ പോകും, മറ്റു ടീം ക്ലബ്ബുകൾക്ക് വേണ്ടി കളിക്കാൻ പോകും. അപ്പോൾ ഞങ്ങളുടെ ക്ലബ്ബിൽ നിന്ന് 4-5 പേര് എടുക്കും. അപ്പോൾ പോയി കഴിഞ്ഞാൽ നല്ല ഭക്ഷണം, അതുപോലെ തന്നെ രാത്രി കഴിഞ്ഞാൽ 100 രൂപ പോക്കറ്റിലുണ്ടാവും. അത് ഒരു മാസത്തേക്ക് നമുക്ക് പോക്കറ്റ് മണി ആയിട്ട് കഴിയും. ഇപ്പോഴും ഞങ്ങൾ ഒരു വണ്ണം വെച്ച KC കണ്ടിട്ടില്ല. ഞാൻ പഴയ ഫോട്ടോസൊക്കെ നോക്കുന്ന സമയത്തൊക്കെ KCക്ക് എപ്പോഴും ഒരേ ഒരു ശരീരപ്രകൃതിയാണ്. അതങ്ങനെ കീപ്പ് ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ആ വോളിബോളിനോടുള്ള അന്നത്തെ ഇഷ്ടം ഇപ്പോഴും ഇങ്ങനെ വിടാതെ പിന്തുടരുന്നുകൊണ്ടാണ്. അല്ല, ഞാൻ വോളിബോൾ മാത്രമല്ലായിരുന്നു, ഞാൻ നല്ലതായിട്ട് ഓടുമായിരുന്നു. എൻ്റെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ഞാൻ ഇതിനോടൊന്നും എല്ലാം തൊടുക വിടുക ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ കൈവച്ചിട്ടുണ്ട്. പക്ഷെ ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്തില്ല. ഞാൻ നന്നായിട്ട് ഓടുമായിരുന്നു. 100 മീറ്റർ ഹഡിൽസിൽ എൻ്റെ സബ് ജില്ലയിലും ചാമ്പ്യനായിരുന്നു. 100 മീറ്റർ. എനിക്കിപ്പോഴും MLA-മാരുടെ മത്സരം നടത്തി വയസ്സായപ്പോൾ അവിടെ ഈ 100 മീറ്ററിൽ ഞാൻ എല്ലാവരും തോൽപ്പിച്ച് ഞാൻ തന്നെ ജയിച്ചു. ഓട്ടത്തിൽ നമ്മൾ തന്നെ. അപ്പോൾ ഓട്ടത്തിന് ഇഷ്ടമാണ്, വോളിബോളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു കായിക മേഖലയോട് എനിക്ക് താല്പര്യമുണ്ട്. അപ്പോൾ ബോഡി ഫിറ്റ്നസ് എന്നെ എപ്പോഴും ഓർമ്മിപ്പിക്കാറുണ്ട്.
ഇപ്പോഴും രാവിലെയൊക്കെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ നടക്കാൻ ഇറങ്ങുന്ന ആളാണെന്ന് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞിട്ടുണ്ട്. വണ്ണാത്തിപ്പുഴയുടെ തീരമാണ്. രാത്രി എത്ര വൈകിട്ടും എത്തിയാലും രാവിലെ 6:30-7 മണിക്ക് എഴുന്നേറ്റ് 2 ഗുണമുണ്ട് അതിനകത്ത്. നാട്ടുകാരെ എത്രയോ മാസം കഴിഞ്ഞിട്ടായിരിക്കും അവിടെ പോകുന്നത്. അവർ കൊച്ചുനാൾ മൂലം എന്നെ കണ്ടവരാണ് അവരെല്ലാവരും. നമ്മുടെ നാട്ടിലെത്തുമ്പോൾ നമ്മുടെ ഒരു പ്രതീതി വേറെ ആയിരിക്കും. അപ്പോൾ അവരെല്ലാം കണ്ടുമുട്ടാനൊന്ന് പരിചയം പുതുക്കാനുള്ള അവസരമാണ്. അപ്പോൾ രാവിലെ ഇറങ്ങും, 1 മണിക്കൂർ ഇങ്ങനെ കറങ്ങി നടന്നിട്ടേ ഞാൻ മറ്റു കാര്യങ്ങൾ ചെയ്യാറുണ്ട്. യെസ്, നമുക്ക് ഇനി KC എന്ന് പറയുന്ന സമയത്ത് മനസ്സിലേക്ക് ഏറ്റവും ആദ്യം ഇരമ്പി എത്തുന്ന മറ്റൊരു വലിയ മുഖം കൂടിയുണ്ട്. അത് K കരുണാകരൻ എന്ന് പറയുന്ന രാഷ്ട്രീയത്തിൻ്റെ ചാണക്യൻ, അല്ലെങ്കിൽ ഒരു കരുണാകര യുഗം തന്നെ ഉണ്ടായിരുന്നു നമ്മുടെ കേരളത്തിൽ എന്നുള്ള കാര്യം നമുക്കറിയാം. നമുക്ക് ആ ചോദ്യങ്ങളിലേക്ക് വരാം. പക്ഷെ അതിന് മുൻപ് നമുക്ക് ബിഷപ്പ് ഹൗസിൽ കയറി ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ലീഡറിനെ ഏറ്റവും ആദ്യമായിട്ട് കാണുന്നത് തെരഞ്ഞെടുപ്പ് യോഗത്തിലേക്ക് പയ്യന്നൂർ ഗാന്ധിമൈതാനത്തിലേക്ക് ചീറിപ്പായ എന്ന വണ്ടിയിൽ ലീഡർ ചെയ്യുക വരുന്ന ആ വരവ് തന്നെ ഒരു വളരെ മാസവരവാണ്. ആ ലീഡർക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുന്ന മുദ്രാവാക്യം കളിക്കാനുള്ള ഒരാളായിട്ടുള്ളൊരു വിദ്യാർത്ഥി ഞാനാണ്. അപ്പോൾ എനിക്ക് നന്നായിട്ട് മുദ്രാവാക്യം വിളിക്കാൻ അറിയാം. അന്നൊക്കെ കൊച്ചുനാൾ വിളിക്കുമായിരുന്നു ഞാൻ. അപ്പോൾ അങ്ങനെയാണ് ലീഡറെ പ്രസംഗം ലീഡറെ കാണുന്നത്. പിന്നീട് ലീഡറുമായിട്ടുള്ള ബന്ധം ഉറപ്പിക്കുന്നത് ഞാൻ KSU സ്റ്റേറ്റ് കമ്മിറ്റി ഭാരവാഹികളൊക്കെ ആയിട്ട് തിരുവനന്തപുരത്ത് വന്നപ്പോൾ ആണ്. ഈ എപ്പോഴും ഒരു നേതാവ് നമ്മളെ പേര് വിളിക്കുന്ന പോയിന്റിലാണ് ആ നേതാവും ആ അണിയും അല്ലെങ്കിൽ ആ ചെറിയ ഒരു രാഷ്ട്രീയ പ്രവർത്തകന് തമ്മിലുള്ള ബന്ധം ആരംഭിക്കുന്നതെന്ന് നമ്മൾ പറയാറുണ്ട്. നമുക്ക് അങ്ങനെയുള്ള ഒരുപാട് കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ചില കൂട്ടത്തിൽ നിന്ന് ഒരാളെ പേര് ചൊല്ലി വിളിച്ചു എന്നാണ് പലപ്പോഴും ഒരാളുടെ ഒരു മാർക്ക് ചെയ്യുന്നതിനെ കുറിച്ചിട്ടൊക്കെ പറയാം. അങ്ങനത്തെ ഒരു മൊമെന്റ് ഉണ്ടായിട്ടുണ്ടോ? ഒരുപാട് മൊമെന്റുകൾ ഉണ്ടായിട്ടുണ്ട്. ഈ ലീഡറെ സംബന്ധിച്ചിടത്തോളം ലീഡറുടെ ഒരു വല്ലാത്ത വാത്സല്യം എനിക്ക് അനുഭവിച്ചിട്ടുള്ളതാണ്. അങ്ങനെയാണ് ലീഡർ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉള്ള വാത്സല്യം മുഴുവൻ കോരിച്ചൊരിഞ്ഞു തരും. അപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ഞാൻ KSU പ്രസിഡൻ്റായിരുന്നു. ഞാൻ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ എല്ലാവരും മുന്നോട്ട് പോകുമ്പോൾ ഏത് ആൾക്കൂട്ടത്തിൽ കാണുമ്പോഴും ആ വേണു എന്നുള്ളൊരു വിളിയുണ്ട് പുള്ളിയുടെ. പറ്റുന്ന അപ്പോഴൊക്കെ തന്നെ യാത്രകളിൽ പുള്ളി എന്നെ കൊണ്ടുപോകാറുണ്ടായിരുന്നു. അപ്പോഴൊക്കെ പുള്ളിയുടെ സ്നേഹം മറ്റുള്ളവർക്കും പ്രകടമാവും. അസൂയ തോന്നിപ്പിക്കത്തക്കവണ്ണം മറ്റുള്ളവരിൽ അന്ന് സർവ്വപ്രതാപിയായിട്ട് നിൽക്കുന്ന നേതാവല്ലേ ലീഡർ. ആളുകളൊക്കെ പറയില്ലേ നീ പിന്നെ K കരുണാകരൻ്റെ ആളാണല്ലോ. അങ്ങനെ അപ്പോൾ സർവ്വ പോലീസും സന്നാഹങ്ങളും എല്ലാം നിൽക്കുന്ന സമയത്ത് അപ്പോൾ പുള്ളി അത് ബോധ്യപ്പെടുത്തുമായിരുന്നു. ഇവൻ എൻ്റെ ആളാണെന്നും കൂടെ ബോധ്യപ്പെടുത്തുമായിരുന്നു. അതിൽ പുള്ളി അത്രയും സ്നേഹം തന്ന ഒരാളാണ്. KC അന്ന് ഭയങ്കര യങ് ആയിട്ടുള്ള ഒരാളാണ്. ഇത് ഭയങ്കര ഹൈ അല്ലേ? നമ്മുടെ അടുത്തുള്ള ഒരാൾ കൈഞ്ഞൊടിച്ചാൽ ഈ നാട്ടിൽ എന്ത് നടക്കും? എന്ത് വേണമെങ്കിലും എനിക്ക് അധികാരത്തിലൂടെ ചെയ്യാൻ പറ്റുന്നൊരു കാലമായിരുന്നു. പക്ഷേ അന്ന് ലീഡർ തന്നെ ഒരുപാട് എന്നെ അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ട് മറ്റുള്ളവർ മുമ്പിൽ വെച്ചിട്ട്. അത്തരം കാര്യങ്ങളിലൊന്നും ഞാൻ ഓവറായിട്ടൊന്നിലും ഇൻവോൾവ് ചെയ്യാറേ ഇല്ല. പക്ഷേ ലീഡർക്ക് എന്നെ ഇഷ്ടമാണ്. എനിക്ക് ലീഡർ എന്ന് പറഞ്ഞാൽ വലിയ സ്നേഹവും ബഹുമാനവുമാണ്, ആദരവാണ്. അപ്പോൾ അത് ആ ഒരു ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ എനിക്ക് പറ്റിയെന്നുള്ളതാണ് എൻ്റെ വിജയം. ഇപ്പം സ്ത്രീകളോടുള്ള റെസ്പെക്റ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ തദ്ദേശ കൈപ്പത്തി ചിഹ്നത്തിൽ രേഖപ്പെടുത്തുന്ന കാര്യമാണ് നമ്മൾ പാസ് ചെയ്ത് പോകുന്നത്. ഇതിങ്ങനെ കാണുന്ന സമയത്ത് ആ ഇലക്ഷൻ കാലത്തിലേക്കുള്ള ഒരു നമ്മൾ പെരുന്നാളിന് ചെണ്ടോട്ട് കേൾക്കുന്ന പോലത്തെ ഒരു പരിപാടിയല്ലേ? ഒരുപാട് ഓർമ്മകളിലേക്ക് നമ്മൾ മടക്കിക്കൊണ്ട് പോകുന്ന ഒരു അനൗൺസ്മെന്റുകളാണല്ലേ കൈപ്പത്തി ചിഹ്നത്തിന് വോട്ട് ചെയ്ത് വിജയിപ്പിക്കുക എന്നൊക്കെ. എത്രയോ വർഷങ്ങളായിട്ട് ഇങ്ങനെ നമ്മളെ നയിക്കുന്ന ഒരു ശബ്ദമാണ് അത് വീണ്ടും കേൾക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു അനുഭൂതി വേറെയാണ്. ഏതൊരു പൂരപ്രേമിക്കും ചെണ്ടമേളം കേൾക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു അവസ്ഥയാണ് ഒരു രാഷ്ട്രീയക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു അനൗൺസ്മെന്റ് എന്ന് പറയുന്നത് അല്ലേ? യെസ്, നമുക്ക് കഥയിലേക്ക് തിരിച്ചു വരാം. ഇപ്പം K കരുണാകരൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാലും KCയുടെ കാര്യം നോക്കിക്കഴിഞ്ഞാലും ഒക്കെ ഇപ്പം K കരുണാകരൻ്റെ ഭാര്യയെ കുറിച്ചിട്ട് K കരുണാകരൻ ഭയങ്കര റെസ്പെക്റ്റോട് കൂടിയിട്ടാണ് നമ്മൾ സംസാരിച്ച് കേൾക്കുന്നത്. നമ്മൾ ലീഡർ ഏത് സമയത്തും പോയാലും ലീഡറുടെ വീട്ടിൽ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടേ പോകാവുള്ള നിർബന്ധ ബുദ്ധിയുള്ള ആളാണ് കല്യാണക്കുട്ടിയമ്മ, ലീഡറുടെ മിസ്സസ്. വെച്ചാൽ വല്ലാത്തൊരു സ്നേഹം തരുക അവർ. ഒരു ഇത്രയും വൈശിഷ്ട്യമാർന്ന സ്വഭാവമാണ്. ആര് പോയാലും ആ സമയത്ത് ഭക്ഷണം കഴിക്കുന്ന സമയം കഴിക്കും. നമുക്കൊക്കെ പ്രത്യേകിച്ചിട്ട് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അസുഖമായ സമയത്ത് മെഡിക്കൽ കോളേജിൽ കിടക്കുമ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് ഭക്ഷണം കൊടുത്തു വെച്ചിട്ടുണ്ട്. കരുണാകരനെ കുറിച്ച് പറയുന്ന സമയത്ത് മറ്റാർക്കും ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളായിട്ട് പലപ്പോഴും K കരുണാകരനെ കുറിച്ച് പറഞ്ഞു കേൾക്കാറുണ്ട്. എതിർപ്പുകൾ ഉണ്ടാവും. എതിർപ്പുകൾ ഒരു ഹരമായി എടുക്കുന്ന നേതാവാണ് ലീഡർ. എതിർപ്പുകൾ വരുമ്പോൾ ഒളിച്ചോടുന്ന സ്വഭാവം ഒരിക്കലും ലീഡർക്കില്ല. ലീഡറിൻ്റെ പല പ്രവർത്തനങ്ങളും ഒരു കാലത്ത് വെല്ലുവിളിച്ചവരുണ്ട്. പക്ഷേ ആ വെല്ലുവിളിയൊന്നും നോക്കാതെ തൻ്റെ തീരുമാനം ശരിയാണെന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ അത് ശക്തമായിട്ട് നടപ്പിലാക്കാനുള്ള നടപടി, അതിലൊരു വിട്ടുവീഴ്ചയില്ല. അതുപോലെ ഡെവലപ്മെൻറ്റിൻ്റെ ചരിത്രത്തിൽ
നമുക്ക് നടക്കില്ല എന്ന് പലരും കണ്ടിരുന്ന പോലെ. നെടുമ്പാശ്ശേരി എയർപോർട്ട് വരുന്ന അന്നത്തെ കാലത്ത് അന്ന് സമരമൊക്കെ ആയിരുന്നു അതിനെതിരായിട്ട്. പക്ഷെ പുള്ളിക്കൊരു ഇച്ഛാശക്തി ഉണ്ട്. അതുപോലെ തന്നെ കരൂർ സ്റ്റേഡിയം, അത് ഒരുപാട് കടമ്പകൾ കടന്നിട്ടാണ്, പക്ഷേ ഇച്ഛാശക്തി ഉണ്ടായിരുന്നു. അങ്ങനെ കാര്യങ്ങൾ നടപ്പിലാക്കണം തീരുമാനിച്ചാൽ ആ തീരുമാനിച്ച കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള എന്ത് വഴികളും തേടാൻ അദ്ദേഹം തയ്യാറാവും. നല്ല സരസൻ കൂടിയായിരുന്നല്ലോ. അതായത് ഇപ്പോൾ മീഡിയയുടെ മുമ്പിൽ എങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ എന്ത് തോന്നുന്നു എന്ന് പറയുന്ന സമയത്ത് മീഡിയയുടെ മുമ്പിൽ നിന്ന് തിരിഞ്ഞു നിൽക്കാനായിട്ട് അത്രയും ഫണ്ണി ആയിട്ടുള്ള ഒരാളായിരുന്നല്ലോ. അതൊക്കെ അനുഗ്രഹീതമായി കിട്ടിയിട്ടുള്ള കാര്യമാണ് അദ്ദേഹത്തിന്. അത് ടിറ്റ് ഫോർ ടാറ്റ് ഫോർ. ഒരു ചോദ്യം ചോദിച്ചാൽ പത്രക്കാരോട് ചോദിച്ചാൽ അപ്പം പെട്ടെന്ന് മറുപടിയാണ്, ആലോചിച്ച് കുറച്ച് മറുപടിയൊന്നുമല്ല. പക്ഷെ ആ മറുപടിയൊക്കെ യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ പിന്നെ നർമ്മം വളരെ ഇഷ്ടമാണ്. തമാശ പറയും, ആളുകളെ കളിയാക്കും, അതുപോലെ സ്വയം കളിയാക്കപ്പെടാൻ വിധേയനാവും. പിന്നെ സ്ഥലപ്പേരുകളൊക്കെ പുള്ളി ഇപ്പം എന്നോട് പറയാം, എനിക്ക് കരുനാഗപ്പള്ളി ഇപ്പം എന്നോട് ആ യാത്ര ചെയ്ത് ഞങ്ങൾ അവിടെ വേണു ബ്ലാക്ക് സ്നേക്ക് ചർച്ച് കണ്ടോ, നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഞാനിപ്പോ നോക്കുമ്പോ ബ്ലാക്ക് സ്നേക്ക് ചർച്ച്, അപ്പോൾ കരുനാഗപ്പള്ളി. അപ്പോൾ അതുപോലെ ഉള്ള ഒരുപാട് സ്ഥലപ്പേരുകളൊക്കെ പുള്ളി അങ്ങനെ പറഞ്ഞു തരും. നമ്മളെ തന്നെ കളിയാക്കും. ഞാൻ ചില സമയത്ത് വൈകി എത്തും. പറഞ്ഞ സമയത്ത് ഇപ്പം എവിടെയെങ്കിലും ഒരു മീറ്റിങ്ങിനൊക്കെ പോകുന്ന സമയത്താണ് വൈകി എത്തുമോ, അപ്പോൾ പുള്ളി എഴുന്നേക്കും കൈകൂപ്പുന്നു, ഓ എത്തിയല്ലോ. നമ്മൾ തന്നെ ചെറുതാവും അങ്ങോട്ട്, പുള്ളി. പക്ഷേ ഇതൊക്കെ ലീഡർ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ് വൈകി വരാൻ പാടില്ല എന്നുള്ളത്. എന്തായാലും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചോദിക്കാനുണ്ട്. പക്ഷെ അതിന് മുൻപ് നമുക്ക് ഇനി നേരെ DCC ഓഫീസിലേക്ക് പോകേണ്ടതുണ്ട്. അവിടെ ഒരു വലിയ പത്രസമ്മേളനം നടക്കാനായിട്ട് പോവാണ്. എന്തൊക്കെയാണ് പത്രസമ്മേളനത്തിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ്? സ്വാഭാവികമായിട്ടുള്ള പൊളിറ്റിക്കൽ ഇഷ്യൂസ് ഡിസ്കസ് ചെയ്യുന്ന ഒരു പ്രസ് കോൺഫറൻസ് ആയിരിക്കും. ഓക്കെ, എന്തായാലും ഒരുപാട് മാധ്യമങ്ങൾ അവിടെ കാത്തിരിക്കുകയാണ്. അപ്പോൾ ആ മീഡിയയുടെ മുമ്പിലേക്ക് നമ്മൾ നേരെ ഇറങ്ങി ചെല്ലാൻ പോവാണ്. അതിനുശേഷം നമുക്ക് സംസാരം തുടങ്ങാം. ഈ ഡൽഹി യാത്രയുടെ തുടക്കം എവിടെ നിന്നായിരുന്നു? KSU പ്രസിഡന്റ് ആയിരുന്നപ്പോൾ NSUIയുടെ നാഷണൽ കൗൺസിൽ മീറ്റിങ്ങിന് പങ്കെടുക്കാനായിട്ടാണ് ആദ്യമായിട്ട് ഡൽഹി പോകുന്നത്. ഒരു വലിയ തിരുവനന്തപുരത്ത് നിന്ന്. അന്ന് തിരുവനന്തപുരത്ത് നിന്ന് ഒരു വിമാനമുണ്ട്, തിരുവനന്തപുരം, കൊച്ചി, ഗോവ, ഡൽഹി. ഓക്കെ, അങ്ങനെയെല്ലാം പോയിട്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വിമാനത്തിൽ കയറിയിട്ടാണ് ആദ്യമായിട്ടാണ് വിമാനത്തിൽ തന്നെ കയറുന്നത്. ആദ്യമായിട്ട് വിമാനത്തിൽ കയറിയ ആള് ഇപ്പൊ എത്ര വിമാനയാത്രകൾ ചെയ്തിട്ടുണ്ടാകും എന്നെങ്ങാനും ചോദിച്ചാൽ? ഇപ്പൊ ജീവിതത്തിലെ പകുതി സമയം വിമാനത്തിലാണ്. ഏറ്റവും ബോറൻ യാത്രയാണ് സത്യത്തിൽ ഈ വിമാനയാത്ര എന്ന് പറയുന്നത്. ഈ വിമാനയാത്രയുടെ ബോറടിയെ എങ്ങനെയാണ് KC മറികടക്കുന്നത്? അത് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യാനുള്ളൊരു അവസരമായിട്ട് വിമാനയാത്ര എടുക്കും. പിന്നെ രണ്ടാമത് ഞാൻ നല്ലോണം പാട്ട് കേൾക്കും. അത് സിനിമ മുമ്പ് അധികം കാണാറില്ലായിരുന്നു, പക്ഷെ ഇപ്പൊ സിനിമ കാണുന്നതിന് പച്ചയായിട്ട് പറഞ്ഞാൽ ആവാശം. തിരുവനന്തപുരത്ത് വിമാനം കയറിയിട്ട് ഒരു മണിക്കൂർ പൊങ്ങിയപ്പോൾ പെട്ടെന്ന് ക്യാപ്റ്റൻ പറയുന്നുണ്ട് റഡാർ സിസ്റ്റം ഫെയിലിയർ ഉണ്ട്, അത് ക്ലൈമറ്റിനെ കൺട്രോൾ ചെയ്യുന്നത്. അതുകൊണ്ട് ലാൻഡ് ചെയ്യാൻ പോവാണ്. ചെന്നൈയിലോട്ട് ഡൈവേർട്ട് ചെയ്തിട്ട് ചെന്നൈയിൽ ലാൻഡ് ചെയ്യും. ഒരു മണിക്കൂർ കഴിഞ്ഞ് ലാൻഡ് ചെയ്യാൻ വേണ്ടി സെക്കൻഡുകൾക്ക് മുമ്പ് വീണ്ടും ടേക്ക് ഓഫ് ചെയ്യാണ്. റൺവേയിൽ വേറെ ഒരു എയർക്രാഫ്റ്റ് പോലുള്ള പിന്നെ വീണ്ടും 10-15-20 മിനിറ്റ് കറങ്ങിയിട്ട് വീണ്ടും ലാൻഡ് ചെയ്യുമായിരുന്നു ചെയ്തത്. അതിനുശേഷം ഞാൻ വിമാനയാത്ര എന്ന് പറഞ്ഞാൽ ഒരു സിനിമ കണ്ടിട്ട് 2.5 മണിക്കൂർ സിനിമ കണ്ടിട്ട് എൻഗേജിങ് ആവും. അപ്രതീക്ഷിത അതിഥിയാണ് നമ്മുടെ മുന്നിൽ, സെലിബ്രിറ്റിയാണ്. ശരിക്കും ഗസ്റ്റ് റോൾ ചെയ്യാൻ വേണ്ടിട്ട് ഒരാൾ വന്ന പോലെ തന്നെ. ഇംഗ്ലീഷിൽ തകർക്കുന്ന നേതാക്കന്മാർ കുറവാണല്ലോ. അപ്പൊ ആ കൂട്ടത്തിൽ നമുക്ക് നമ്മുടെ പരിസരത്തുള്ള ശശി തരൂർ എന്ന് പറയുന്നത് എപ്പോഴൊക്കെയാണ് ശരിക്കും അങ്ങനെ ഒരു ഫ്ലൈറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഏറ്റവും പേടിയുള്ള മൊമെന്റ് അത് തന്നെയാണോ? ഞാൻ പവർ മിനിസ്റ്റർ ആയിരുന്ന കാലം കേദാർനാഥ് ഭാഗത്ത് NTPCയുടെ പ്ലാൻ സന്ദർശിക്കാൻ വേണ്ടി റിവ്യൂ നടത്താൻ വേണ്ടി പോയിരുന്നു. അറിയാലോ, ഹിമാലയൻ മലനിരകളിലൂടെയാണ് ഈ ഹെലികോപ്റ്റർ പോവുക. ടൈമിങ് വളരെ പ്രശ്നമാണ്. ഏത് സമയത്ത് വേണമെങ്കിലും ക്ലൈമറ്റ് ചേഞ്ച് ചെയ്യും. ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ ആവുന്ന ക്ലൈമറ്റ് ആയിരിക്കത്തില്ല 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടാവുന്നത്. അപ്പോൾ NTPCയുടെ തന്നെ ഹെലികോപ്റ്റർ ഉണ്ട്, അതിലാണ് പോണത് ഗവൺമെന്റിന്റെ, ഇന്ത്യ ഗവൺമെന്റിന്റെ. അതിൽ പോയി അവിടെ ഇറങ്ങി അവിടുത്തെ മീറ്റിംഗ് കഴിഞ്ഞ് 2 മണിക്ക് തിരിച്ചു പോകണം എന്നോട് ക്യാപ്റ്റൻ പറയുന്നത്. 2 മണിയിൽ നിന്ന് 5 മിനിറ്റ് വൈകരുത്, നമുക്ക് ക്ലൈമറ്റ് മാറുന്ന സമയമാണത്. പ്ലാന്റിലൊക്കെ വിസിറ്റ് ചെയ്തപ്പോൾ അവിടെ മഴയൊക്കെ ഉണ്ടായിരുന്ന, എൻ്റെ ചെളിയൊക്കെ ഉണ്ടായിരുന്നു, മുണ്ട് ഇതൊക്കെ മാറി. അപ്പം എനിക്കൊന്ന് മുണ്ട് ഷർട്ട് മാറണം എന്ന് പറഞ്ഞു. ഞാൻ ഒരു
5 മിനിറ്റിൽ എടുത്തു. വന്നപ്പോൾ തന്നെ ക്യാപ്റ്റൻ ഇത് പറഞ്ഞു, സോ സാർ യു ആർ ഡൂയിങ് റോങ് തിങ് എന്ന് പറഞ്ഞു. പക്ഷേ ടേക്ക് ഓഫ് ചെയ്യാൻ കുഴപ്പമില്ല. ഇപ്പോൾ 5 മിനിറ്റ് മുമ്പോട്ട് പോയപ്പോൾ വിസിബിലിറ്റി ഇല്ല. അത് എവിടെയാണ് സാധാരണ പ്ലെയിൻ ലാൻഡിൽ ഹെലികോപ്റ്ററാണ് ക്യാപ്റ്റനൊക്കെ കൺട്രോൾ ചെയ്യുന്നത്. ഇത് 2 ഭാഗത്തും മലയല്ലേ, മല ഇടിച്ചു പോയാൽ പിന്നെ അത് പ്രാർത്ഥിച്ചു, ഒറ്റ പ്രാർത്ഥന. ഭാഗ്യത്തിന് ഒരു 30-40 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ പ്രകാശം കിട്ടി, ഇല്ലാതെ പ്ലെയിനിൽ. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മള് വ്യോമയാന സഹമന്ത്രി കൂടിയായിരുന്നു. പക്ഷെ ഈ ഫ്ലൈറ്റിന് അറിയില്ല നമ്മൾ വ്യോമയാന സഹമന്ത്രി ആയിരുന്നു. ഇപ്പോൾ ഞാൻ ആരംഭിച്ചിരിക്കുന്നത് സിനിമ കാണുക എന്നുള്ളതാണ്. സന്ദേശം പോലെയുള്ള സിനിമകളൊക്കെ ഇപ്പോഴും ഇരുന്ന് കാണാറുണ്ടോ, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ആയിട്ടുള്ള സിനിമകളൊക്കെ ഇരുന്ന് കാണാറുണ്ടോ? ഇഷ്ടം പോലെ. പിന്നെ നമ്മൾ ഈ വർത്തമാനകാലത്ത് മമ്മൂട്ടി മോഹൻലാലിന്റെ സിനിമകളും എനിക്കിഷ്ടമാണ്. ഇവരുമായിട്ടുള്ള ഒരു ആത്മബന്ധം എങ്ങനെയാണ്? ഇപ്പൊ ഒരുപാട് പ്രോഗ്രാംസിലൊക്കെ ഒരുമിച്ച് നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പൊ മമ്മൂക്കിയായിട്ടാണെങ്കിലും ലാലേട്ടനായിട്ടാണെങ്കിലും ഉള്ള ഒരു ആത്മബന്ധം എങ്ങനെയൊക്കെ? എന്നോട് കൂടുതൽ ചാറ്റ് ചെയ്യാറുള്ളത് മമ്മൂട്ടിയാണ്, കൂടുതൽ ഇടപെടാറുള്ളത് മമ്മൂട്ടിയാണ്. ഞങ്ങൾ തമ്മിൽ ഇടപെടാറുള്ളത്. മോഹൻലാലിനെ കണ്ടാലും അല്ലെ മോഹൻലാലിനോട് എടുത്ത് സംസാരിക്കുന്ന കാര്യത്തിലും വളരെ സൗഹൃദമാണ്. ഇപ്പൊ കർണാടകയിലാണെങ്കിൽ പോലും 2 പ്രബലരായിട്ടുള്ള വ്യക്തിത്വങ്ങൾ, 2 പേരും അങ്ങേയറ്റം പ്രബലരായിട്ടുള്ള 2 വ്യക്തിത്വങ്ങൾ, അവരെ ഏറ്റവും തെരഞ്ഞെടുപ്പിന് ശേഷം ഉള്ള കാര്യത്തിലാണെങ്കിലും ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലാണെങ്കിലും ഒക്കെ അനുനയിപ്പിക്കാനായിട്ട് KCയുടെ ഭാഗത്തുനിന്ന് കൃത്യമായിട്ടുള്ള ശ്രമം നടക്കുന്നുണ്ടല്ലോ. എങ്ങനെയാണ് ഇതിന്റെ? അല്ല, അതിനകത്ത് നമ്മൾ ഒറ്റ കാര്യം ചെയ്താൽ മതി. അതിനകത്ത് മാന്ത്രിക വിദ്യ ഒന്നും വേണ്ട. നമ്മൾ ന്യൂട്രൽ ആയിരിക്കണം. നമ്മളെ നയിക്കുന്നത് എപ്പോഴും പാർട്ടി ഇൻട്രസ്റ്റ് ആയിരിക്കണം. ഈ 2 കാര്യങ്ങൾ നമ്മൾ നിഷ്കർഷിച്ചാൽ നമുക്ക് തീരുമാനമെടുക്കാൻ പ്രയാസം ഉണ്ടാവില്ല. അപ്പം നമ്മൾ ന്യൂട്രൽ എല്ലാം തോന്നുന്ന ആൾ തന്നെ നമ്മൾ എന്ത് ശരിയായ തീരുമാനം എടുത്താലും അവർ ചോദ്യം ചെയ്യും. എനിക്ക് ഞാൻ കർണാടകത്തിന് ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ കർണാടകത്തിലെ ഏത് നേതാവ് ചോദിച്ചാലും അദ്ദേഹം ഇന്നയാളുടെ പക്ഷത്താണെന്ന് ആരും പറയില്ല. അപ്പോൾ നമ്മൾ തീരുമാനം ബയസ്ഡ് ആണെന്നും പറയില്ല. അപ്പോൾ നമ്മൾ എടുക്കുന്ന തീരുമാനത്തിനും അതിനകത്ത് കൃത്യമായിട്ടുള്ള ഒരു പാർട്ടി സ്പിരിറ്റ് ഉണ്ടാകും. പാർട്ടിക്ക് ഏതാണ് ഗുണം എടുക്കുന്നുണ്ട്. അവർ 2 പേരും പാർട്ടിക്കാരാണ് ബേസിക്കലായിട്ട്. 2 പേരും 2 രീതിയിൽ പാർട്ടിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരാണ്. പ്രതിപക്ഷങ്ങളെ എങ്ങനെ തകർക്കാനുള്ള ചർച്ച നടത്താൻ പറ്റുന്നതാണ് ചില മുഖ്യധാരാ മാധ്യമങ്ങൾ ദേശീയ തലത്തിൽ നോക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇത് വല്ലാത്ത വഷളാക്കുന്ന സന്ദേശം കൊണ്ടപ്പോഴാണ് നമ്മൾ വിളിച്ചു പറഞ്ഞത്, നിങ്ങൾ തന്നെ തുടങ്ങി വെച്ചതാണ്, ഇത് നിങ്ങൾ തീർക്കണം. അവർ തന്നെ ഭക്ഷണം കഴിക്കാൻ രാവിലെ വിളിച്ചു, സംസാരിച്ചു. നമ്മളും ഇനിയിപ്പോൾ ഭക്ഷണം കഴിക്കാനായിട്ട് പോവാണ്. നമുക്ക് ഭക്ഷണം കഴിച്ചതിന് ശേഷം ബാക്കി കാര്യങ്ങൾ. ഓക്കെ. ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് എല്ലാ വർഷവും തുടർച്ചയായിട്ട് വരുന്ന സാറിൻ്റെ പോസ്റ്റുകളെ കുറിച്ച് പറയുമ്പോൾ അതിൽ തീർച്ചയായിട്ടും അമ്മയുണ്ടാവും. KSU കാലഘട്ടം എന്ന് പറയുന്നത്, യൂത്ത് കോൺഗ്രസ് കാലഘട്ടം എന്ന് പറയുന്നത് വളരെ തിരക്ക് പിടിച്ച ജീവിതം, ഇതുപോലെ യാത്രയായിരിക്കും, കംപ്ലീറ്റ് യാത്രയായിരിക്കും. അപ്പോൾ ഈ യാത്രക്കിടയിൽ ഒരു മുങ്ങുഞ്ഞ നേരെ എൻ്റെ കണ്ണൂരിലെ തറവാട്ട് വീട്ടിലേക്ക്. ഓക്കെ. അപ്പോൾ അവിടെ ഇരുന്ന് അങ്ങനെ ഒരു ദിവസം മുഴുവൻ അമ്മയുടെ തന്നെ രുചികരമായിട്ടുള്ള പാചകം ഉണ്ടാവും, ഹോം ഫുഡ്. അത് കഴിഞ്ഞ് വേറെ ആരോടും പറഞ്ഞില്ല, ഞാൻ അവിടെ തന്നെ അങ്ങ് ആ ഒരു ദിവസം കംപ്ലീറ്റ് അവിടെ കിടന്ന് ഉറങ്ങി. പിറ്റേന്ന് രാവിലെ നമ്മൾ ഫ്രഷ് ആയി വിടണം. അമ്മയെന്ന് പറയുന്നത് പകരം വെക്കാനില്ലാത്ത ഒരു വ്യക്തിത്വമാണ്. അതായത് അച്ഛൻ എഞ്ചിനീയർ ആക്കണം എന്ന് പറഞ്ഞപ്പോഴും കുറച്ചൊക്കെ നമ്മുടെ സപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്ന ഒരാളെന്ന് എല്ലാ കാലത്തും മെൻ്റൽ സപ്പോർട്ടായിട്ട് അമ്മ ഉണ്ടായിരുന്നു, എന്നും ഉണ്ടായിരുന്നു. എൻ്റെ പ്രാർത്ഥനയായിട്ട് നമ്മുടെ ഓരോ പ്രയാസങ്ങളിൽ അമ്മയുടെ സാന്നിധ്യം ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. തീരെ ചെറുപ്പത്തിലൊക്കെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഒരു ചുവന്ന മണ്ണാണ്. അപ്പോൾ അത്തരത്തിലൊരു ഭയങ്കര പ്രശ്നമുള്ള ഒരു സാഹചര്യത്തിൽ നിൽക്കുന്നതുകൊണ്ട് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു അമ്മയുടെ മനസ്സ് ഭയങ്കര പ്രശ്നമായിരിക്കും. അതപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അടിയുണ്ടായി. കോളേജിൽ പഠിക്കുമ്പോഴും ഇതുണ്ടായി. അപ്പോൾ ആ ദിവസം കൂടെ അമ്മ ഉറങ്ങില്ല. തിരുവനന്തപുരത്ത് താമസമായി, പിന്നെ KSU, യൂത്ത് കോൺഗ്രസ്, MLA, മന്ത്രി, ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോഴും എല്ലാ ദിവസവും എനിക്കൊരു ആശ്വാസം കിട്ടുന്ന അമ്മയുടെ 2 വാക്കുകൾ കേൾക്കുമ്പോഴാണ്. എനിക്ക് തോന്നുന്നു അമ്മയ്ക്ക് കൊടുക്കാറുള്ള ഏറ്റവും വലിയ വാക്കും ഈ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു രാത്രി ഞാൻ വരാം എന്നുള്ളത് തന്നെയായിരുന്നു അല്ലേ? അല്ല, അങ്ങനെയല്ല, ഞാൻ കൊടുക്കുന്ന വാക്കല്ല. അമ്മ എല്ലാ ദിവസവും രാത്രി കാത്തിരിക്കുമല്ലോ മിക്കവാറും. കാരണം ഞാൻ ഏത് ദിവസം പറഞ്ഞിട്ടല്ലല്ലോ പോകുന്നത്. അപ്പോൾ എനിക്കൊരു ഭക്ഷണം അവിടെ രാത്രി എല്ലായ്പ്പോഴും അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഒരു രാത്രി ഞാനെത്തും, പിറ്റേ ദിവസം മുഴുവൻ അമ്മയുടെ കൂടെ ആയിരിക്കും, അങ്ങനെ പോകും. അങ്ങനെ അതൊരു വല്ലാത്തൊരു ബോണ്ടിങ് ആണ് എനിക്ക് എൻ്റെ ലൈഫിൽ. വെള്ളപ്പൊക്കത്തിന്റെ സമയത്താണെങ്കിലും ഒക്കെ അമ്മയുടെ അടുത്തേക്ക് വരാൻ പറ്റാണ്ടിരിക്കുന്ന സിറ്റുവേഷൻ ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഉള്ളൊരു കുറിപ്പ് എനിക്ക് ഓർമ്മയുണ്ട്. ജീവിതത്തിൽ നമ്മുടെ ഒരു വലിയ നഷ്ടങ്ങൾ എന്നൊക്കെ പറയാറുള്ളത് പോലെ എപ്പോഴും ഫീൽ ചെയ്യുന്ന, എപ്പോഴും എല്ലാ ദിവസവും ഫീൽ ചെയ്യുന്ന ഒരു നഷ്ടമായിട്ടാണ് അമ്മയുടെ വേർപാട്. ഡെലീഷ്യസ് എന്ന് പറയുമായിട്ടുള്ള ഫുഡെന്ന് പറയുന്നത് നമ്മൾ ജനിച്ചു വളർന്ന ചുറ്റുപാടും അവിടെ ഉണ്ടാക്കിയിട്ടുള്ള ഭക്ഷണങ്ങളും കഴിക്കുന്ന ആ ഒരു ടേസ്റ്റാണ് നമുക്ക് എല്ലാ കാലത്തും ജീവിതത്തിൽ മുഴുവൻ ഉണ്ടാവാൻ പോകുന്നത്.
ഒന്ന് ബ്രേക്ക് എടുക്കണം തോന്നുമ്പോൾ എന്താ ചെയ്യാറ്? അങ്ങനെയുള്ളൊരു ഘട്ടങ്ങളിൽ ഏറ്റവും ടെൻഷനായി കിട്ടുന്നത് നേരെ ആലപ്പുഴയിലേക്ക് വണ്ടി കയറുകയാണ്. എന്തെല്ലാം പ്രയാസം ഉണ്ടെങ്കിലും ആലപ്പുഴയിൽ ഇറങ്ങി നമ്മൾ ആ ടൗണിലിറങ്ങി അല്ലെങ്കിൽ ആ തീരദേശത്തൂടെ ഒന്ന് പോയി അവിടുത്തെ ആളുകളെ തോളിൽ കൈവച്ച് സംസാരിച്ച് മുന്നോട്ട് പോകുമ്പോൾ അവർ കാണിക്കുന്ന സ്നേഹവും ഇൻറ്ററാക്ട് ചെയ്യുമ്പോൾ ഒക്കെ റിലാക്സ് ചെയ്യും, കംപ്ലീറ്റ് റിലാക്സ് ചെയ്യും. പുതിയൊരു മൂഡിലേക്ക് ഞാൻ പെട്ടെന്ന്. പിന്നെ ശരിക്കും ആലപ്പുഴ എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിന്റെ ഒരു ടൂറിസം ഭൂപടത്തിന് ലോകത്തിൽ അടയാളപ്പെടുത്തുന്ന ഏറ്റവും ആദ്യത്തെ സ്ഥലമായിട്ട് ആലപ്പുഴ മാറിക്കഴിഞ്ഞു. അനന്ത സാധ്യതകളുള്ള പ്രദേശം എന്ന് പറയാം നമുക്ക്. ഇനിയും അൺടാപ്പ് ചെയ്യപ്പെട്ട ഒരു പ്രദേശമാണ്. ഒരുപാട് കാര്യങ്ങൾ ഇനിയും ടാപ്പ് ചെയ്യാനുണ്ട് ഇവിടെ. നമുക്ക് അതിമനോഹരമായിട്ടുള്ള കായൽ, അതിമനോഹരമായിട്ടുള്ള കടൽ തീരം, കണക്റ്റിംഗ് കനാൽസ്, കുറേ കൂടി നമ്മൾ അടിസ്ഥാന സൗകര്യങ്ങൾ കൂടി വികസിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ ടൂറിസം കൊണ്ട് മാത്രം ആലപ്പുഴയെ ലോകത്തിന് ഏറ്റവും ഉന്നതിയിലെത്തിക്കുന്നു. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ കേസിക്ക് ഏറ്റവും നല്ല മണ്ഡലങ്ങളൊന്നും ആലപ്പുഴ തന്നെയാണെന്ന് തോന്നാറുണ്ട്. കാരണം ഏറ്റവും കൂടുതൽ പാലങ്ങളുള്ള ഒരു മണ്ഡലമാണ് നമ്മുടെ ഈ ആലപ്പുഴ എന്ന് പറയുന്നത്. ഈ രണ്ട് മനസ്സുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലമായിട്ട് പലപ്പോഴും നേതാക്കന്മാരുടെ ഇടയിൽ നിൽക്കുന്ന ഒരാൾ കൂടിയാണ് KC എന്ന് പറയുന്നത്. അപ്പോൾ ആ തരത്തിൽ നോക്കിക്കഴിഞ്ഞാലും ഈ പാലങ്ങളുള്ള ആലപ്പുഴ തന്നെയല്ലേ KCക്ക് ഏറ്റവും ബെസ്റ്റ്? ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഒരു വിധിനിയോഗ യോഗമാണ് ഞാൻ ആലപ്പുഴയിൽ വന്ന്. കണ്ണൂരിൽ ജനിച്ച് ഞാൻ തന്നെയാണ് ആലപ്പുഴയിൽ വന്ന്. അദ്ദേഹം തൃശ്ശൂരിലാണെങ്കിൽ നമ്മൾ ആലപ്പുഴ എന്നുള്ളത് മാത്രം. ആലപ്പുഴയിൽ വന്ന് MLA ആവുക, MP ആവുക, മന്ത്രിയാവുക, എല്ലാ അവസരങ്ങളും. അപ്പോൾ ഞാൻ പറയാറുണ്ട് എപ്പോഴും, എനിക്കൊരു പാർലമെൻ്ററി ലൈഫിൻ്റെ എൻ്റെ എല്ലാം തന്നത് ആലപ്പുഴയിലെ ജനങ്ങളാണ്. അത് അവർ തന്നിരിക്കുന്ന സ്നേഹം വളരെ വലുതാണ്. അപ്പോൾ ഈ പറയുന്ന പോലെ എല്ലാത്തിനെയും സ്വീകരിക്കാനുള്ള മനസ്സും അവർക്കുണ്ട്. അപ്പോൾ അത് ഞാൻ പറയില്ലേ, അതൊരു ഒരു പ്രത്യേകമായിട്ടുള്ള വൈബുള്ള സ്ഥലമാണ്. നമുക്ക് എന്ത് തരത്തിലുള്ള ബഹളം വന്നാലും ശരി, തിത്തിത്താര തിത്തിത്തൈ, അതിൽ കൂടുതലുള്ള പരിപാടികളൊന്നുമില്ല. വള്ളംകളിയുടെ കാര്യം പറയുകയാണെങ്കിൽ അവിടുത്തെ പവലിയൻ വലുതാക്കുന്നതിലൊക്കെ ഒരു സമയത്ത് ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചു. അല്ല, വള്ളംകളി ഞാൻ എൻ്റെ അവിടെ MLA ആയ കാലം തൊട്ട് വള്ളംകളിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും എൻ്റെ ഒരു പരിശ്രമങ്ങളും ഇടപെടലുകളും ഉണ്ടായിട്ടുണ്ട്. എല്ലാവരുടെയും സഹായത്തോടു കൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. എങ്കിലും നമ്മുടേതായിട്ടുള്ള നല്ല ഇടപെടലുകൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. അത് ഇനിയും മുന്നോട്ട് പോകാനുണ്ട് ഒരുപാട്. അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് കുറേ കൂടി മുന്നോട്ട് പോകണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അത് അതിൻ്റെ പിന്നിലെ മനുഷ്യാധ്വാനം ഉയർത്തി കാണിക്കുന്നുണ്ട്. വള്ളം കളിയെ നമ്മൾ കാണാറുള്ളൂ. അതിൻ്റെ ഒരു ആകർഷകമായ മുഖമാണ് ഈ വെള്ളം തുഴഞ്ഞു പോകുന്ന വിഷ്വൽസ് നമ്മുടെ മുന്നിലുള്ളത്. പക്ഷേ ഇതിന് മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന പരിശീലനത്തോടെ ആ തുഴച്ചിൽക്കാരെടുക്കുന്ന ഒരു സ്ട്രെയിൻ ഉണ്ടല്ലോ. ടൂറിസം മന്ത്രിയായിരുന്ന സമയത്ത് ആലപ്പുഴയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക സംഭവങ്ങൾ എന്തൊക്കെയായിരുന്നു? ഞാൻ ആകെ 18 മാസക്കാലമാണ് കേരളത്തിൽ മന്ത്രിയാകാൻ എനിക്ക് പറ്റിയത്. നിങ്ങൾക്ക് അന്വേഷിച്ചറിയാം, അന്ന് കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നല്ല ലാൻഡ്മാർക്ക് പ്രോജക്റ്റുകൾ നമുക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് കാണുന്ന പോലെ ഇപ്പം മലപ്പുറത്ത് പോയ കോട്ടക്കുന്ന് എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള ഒരു നമ്മൾ ഡെവലപ്പ് ചെയ്തത്. പയ്യന്നൂർ ഗാന്ധി മൈതാനം എന്ന് പറയുന്ന സ്ഥലത്ത് ഗാന്ധി സ്ക്വയർ ആയിട്ടുള്ള ഒരു കണ്ണൂരിലെ കണ്ണൂർ ടൗൺ സ്ക്വയർ. ഇങ്ങനെ ഓരോ ടൗണിലും കേരളത്തിൻ്റെ 14 ജില്ലകളിലും ഒരു ലാൻഡ്മാർക്ക് സംരംഭം നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. ബീച്ച് മുഴപ്പിലങ്ങാടാണ്, നിങ്ങളെ മനസ്സിൽ പോയിട്ടുണ്ടോ എനിക്കല്ല, ഡ്രൈവിൻ ബീച്ച്, വൺ ഓഫ് ദ ബെസ്റ്റ് ഡ്രൈവിൻ ബീച്ച്. അപ്പോൾ ഈ സാധ്യതകളെല്ലാം ആ 18 മാസക്കാലം കൊണ്ട് തുടങ്ങി പൂർത്തീകരിച്ച് പദ്ധതികൾ റെക്കോർഡിട്ടൊരു കാലം. ആലപ്പുഴയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്കറിയാം, ആ ഒരു കാലത്ത് ആ കനാൽ ബ്യൂട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന പ്രോജക്റ്റ് നമ്മൾ ആ ഒരു 4-5 മാസക്കാലം ആലപ്പുഴ കണ്ടാൽ നമുക്ക് മനസ്സിലാവില്ല ഇത് വെനീസ് ആണോ തോന്നിപ്പോവും. ആ പഴയ വിഷ്വൽസ് എടുത്ത് നോക്കിയാൽ അറിയാം. പിന്നീട് വീണ്ടും പോളകളൊക്കെ വന്ന് നിറഞ്ഞ് അത് മോശമായി. അപ്പോൾ ആലപ്പുഴയുടെ കായൽ തീരങ്ങളെയും കടൽ തീരങ്ങളെയും ഭംഗിയാക്കുന്നതിനും ഹൗസ് ബോട്ട് ടെർമിനൽ പോലെയുള്ള സ്ഥാപനം ചെയ്യുന്നതിനും ഒക്കെ തന്നെ ആ കാലഘട്ടത്തിൽ വളരെ വളരെ നല്ല സംഭാവനകൾ നൽകാൻ പറ്റിയിട്ടുണ്ട്. നല്ലൊരു ബജറ്റ്, സ്റ്റേറ്റ് ബജറ്റിൻ്റെ നല്ലൊരു എമൗണ്ട് കേന്ദ്ര ഗവൺമെൻറ് സഹായവും നമുക്ക് അതിന് കിട്ടിയിട്ടുണ്ട് ആ കാലത്ത്. ഇപ്പോൾ മിനിസ്റ്ററായിരുന്ന മറ്റൊരു വകുപ്പ് എന്ന് പറയുന്നത് ദേവസ്വമാണ്. ദേവസ്വവുമായിട്ട് ബന്ധപ്പെട്ടുള്ള വാർത്തകളാണ് ഇപ്പോൾ നിരന്തരമായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മുഴുവനും. ഇപ്പോൾ ഒരു മുൻ ദേവസ്വം മന്ത്രി എന്നുള്ള നിലയ്ക്ക് ഇന്നത്തെ വാർത്തകളോടുള്ള ഒരു സമീപനം എങ്ങനെയാണ് അതിനോടുള്ള ഒരു പ്രതികരണം? ഒരു 18 തവണയെങ്കിലും ഞാൻ ആ സീസൺ കാലത്ത് മല കയറുമായിരുന്നു. ഒരുപാട് വകുപ്പുകളുടെ കോർഡിനേഷൻ വേണം. അത് ദേവസ്വം ബോർഡിന് മാത്രം കഴിയില്ല, ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധി ഉണ്ടെങ്കിലേ കഴിയത്തുള്ളൂ. ആ രീതിയിൽ പിന്നെ ഏറ്റവും നിർണായകം, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു നേട്ടമായിട്ട് ഞാൻ കണക്കാക്കുന്ന അന്നാണ് ശബരിമലക്ക് വികസനത്തിന് വേണ്ടിയിട്ടുള്ള വനഭൂമി കേന്ദ്ര സർക്കാരിൽ നമുക്ക് കിട്ടിയത്. അന്ന് പ്രധാനമന്ത്രിയായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗ് കേരളത്തിൽ വന്ന സമയത്ത് നമ്മുടെ കൊച്ചിയിൽ ഇപ്പോഴും എനിക്ക് ഓർമ്മ ടാച്ചിൽ പിന്നെ പ്രത്യേകമായ ക്യാബിനറ്റ് യോഗം കൂടി, അതിൽ പ്രധാനമന്ത്രി കൂടെ പങ്കെടുത്തിട്ട് ക്യാബിനറ്റ് ഒന്നടങ്കം ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ്. അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. ടൈഗർ റിസർവാണത്. അത് സുപ്രീം കോടതി നിയോഗിച്ച ഒരു എംബോർഡ് കമ്മിറ്റിയുടെ അനുവാദം ഉണ്ടെങ്കിൽ മാത്രമേ ടൈഗർ റിസർവിലെ ഭൂമി കൊടുക്കാൻ പറ്റുള്ളൂ. കേന്ദ്ര സർക്കാർ വിചാരിച്ചാൽ പറ്റില്ല. അങ്ങനെയുള്ള ആ കാര്യത്തിൽ ഇടപെട്ട് പ്രൈം മിനിസ്റ്റർ അത് അനുവദിച്ചു തന്നു, നമുക്ക് കേന്ദ്രം അനുവദിച്ചു തന്നു.
അപ്പോൾ അതിൻ്റെ ഒരു വലിയ നേട്ടം ആ കാലത്തുണ്ടായി. അതിൻ്റെ വികസന പ്രവർത്തനങ്ങൾ, അതിൻ്റെ മാസ്റ്റർ പ്ലാനാണ് പിന്നീടൊക്കെ ഡെവലപ്പ് ചെയ്ത് ക്യൂ കോംപ്ലക്സ് ഒക്കെ വന്നത് അവിടെ. മുൻനിരയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ദേവസ്വം മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ അവരറിയാതെ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം നടക്കും തോന്നണം. അല്ല, എനിക്ക് തോന്നുന്നില്ല. ഞങ്ങളുടെ സിസ്റ്റമല്ല ഇപ്പം ഭരിക്കുന്ന CPM പാർട്ടിയുടെ സിസ്റ്റം. അവരുടെ പാർട്ടിയാണ് എല്ലാം തീരുമാനിക്കുന്നത്. പാർട്ടി നിയോഗിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്കോ അല്ലെങ്കിൽ അതിൻ്റെ ചുമതലക്കാരായി മാറുന്ന പാർട്ടിക്കാർക്കോ ഒരു നിയന്ത്രണവുമില്ല. എല്ലാം പാർട്ടി നിയന്ത്രണമാണ്. ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് പാർട്ടി അറിയാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവിടെ നടക്കുന്ന കാര്യങ്ങൾ ഗവൺമെൻറ് അറിയില്ല എന്ന് പറയുന്നത് വെറുതെ പറയുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് വരികയാണെങ്കിൽ അപ്പുറത്തും മോദിയാണ്. മോദിയുടേതൊരു ക്രൗര്യതയാണ് എന്നാണ് ഒരു ഭൂരിപക്ഷ അഭിപ്രായം, അല്ലെങ്കിൽ ഭയങ്കര അഗ്രസീവായിട്ടുള്ളൊരു ഒരു രീതിയാണെന്നുള്ളതാണ് അഭിപ്രായം. ഇപ്പുറത്ത് നമ്മൾ മറ്റൊരു രീതിയാണ് എപ്പോഴും രാഹുൽ ഗാന്ധിയുടേതെന്ന് പറയുന്നത് വളരെ മയപ്പെടുത്തിയുള്ള വളരെ മിതത്വമുള്ള ഒരു രീതിയാണ്. ഇത് പരസ്പരം നമ്മൾ കൂട്ടിച്ചേർത്ത് വായിക്കും. ഒറ്റ വാച്ചിൽ പറഞ്ഞ നേതാവ് പറയുന്നൊരു വാചകമുണ്ട്, വിദ്വേഷത്തിൻ്റെ ചന്തയിൽ സ്നേഹത്തിൻ്റെ കടകൾ തുറക്കുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം. വിദ്വേഷത്തിൻ്റെ ചന്തകളാണ് മൂടി നടക്കുന്നത് എല്ലായിടത്തും. മനുഷ്യരെ തമ്മിലടിപ്പിക്കേണ്ടതല്ല ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വം. സർക്കാർ വരുന്നത് ഭൂരിപക്ഷത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. ജനാധിപത്യത്തിൽ ഭൂരിപക്ഷം ഘടകമാണ്. പക്ഷെ വന്നു കഴിഞ്ഞാൽ എല്ലാ വിഭാഗം ജനങ്ങളോടും നീതി കാണിക്കുക, സ്നേഹം കാണിക്കുക എന്നുള്ളത് ഇന്നിപ്പം കാണുന്നതാണ് ടാർഗറ്റഡ് ആയിട്ടുള്ള ആക്രമണങ്ങളാണ്. അത് ചില സമുദായങ്ങളെ, ചില സമൂഹങ്ങളെ ടാർഗറ്റ് ചെയ്ത്, അത് എന്തിനാണ് മറ്റൊരു സമുദായത്തോട് സ്നേഹമുള്ളതുകൊണ്ടല്ല, മറിച്ച് അത് തിരഞ്ഞെടുപ്പിന് ഉപയോഗിക്കത്തക്കവണ്ണം വിദ്വേഷം നിലനിർത്തുക എന്നുള്ളതാണ്. ഇപ്പം ഹിന്ദു മുസ്ലിം, ഹിന്ദു ക്രിസ്ത്യൻ, മുസ്ലിം ക്രിസ്ത്യൻ എന്നൊക്കെ പറഞ്ഞ് ആളുകളുടെ ഇടയിൽ വിദ്വേഷം പകയും നിലനിർത്തിയാൽ മാത്രമേ തങ്ങളുടെ പാർട്ടിക്ക് രക്ഷയുള്ളൂ എന്ന് കണ്ടിട്ട് ആ വിദ്വേഷം വർദ്ധിപ്പിക്കാനുള്ള പണികളാണ് അവരെല്ലായിടത്തും നടത്തുന്നത്. ഭാരത് ജോഡോ യാത്രയോട് കൂടിയിട്ടാണ് രാഹുൽ ഗാന്ധിയുടെ മറ്റൊരു മുഖം ആളുകൾ കൃത്യമായിട്ടും ഇന്ത്യ മുഴുവൻ പ്ലേസ്ഡ് ആയതെന്ന് തന്നെ പറയാം. എത്രമാത്രം വലിയൊരു എഫേർട്ടായിരുന്നു ശരിക്കും KCയുടെ. ഭാരത് ജോഡോ യാത്ര ഇന്ത്യയിലെ രാഷ്ട്രീയ ചരിത്രത്തിലൊരു ഇതിഹാസമാണ്. ആരും നടത്തിയിട്ടില്ല ഇതുപോലൊരു യാത്ര. ചില യാത്രകൾ നടത്തിയിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നത്. പക്ഷേ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ ഒറ്റ സ്ട്രെച്ചിൽ 4200 കിലോമീറ്ററുകൾ കാൽനടയായി യാത്ര ചെയ്യുക എന്നുള്ള ഒരു ബൃഹത്തായിട്ടുള്ള ഐതിഹാസിക പരിപാടി. അതിനിടയിൽ 10,000-കണക്കിന് ആളുകളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുക, അവരുമായിട്ട് സംവേദിക്കുക. സത്യത്തിൽ എന്തുമാത്രം തെറ്റായ കാര്യമാണ് ഈ പ്രചരിപ്പിക്കുന്നതെന്ന് ഒരു സെക്കൻഡ് രാഹുൽ ഗാന്ധിയോട് സംസാരിച്ച ആൾക്ക് ബോധ്യപ്പെടും. അതിലൂടെ അവിടെയാണ് ഞങ്ങളുടെ വിജയം, ഭാരത് ജോഡോ യാത്രയുടെ വിജയം. അങ്ങനെ ഉണ്ടാക്കിയ ഒരു ഇമേജിനെയാണ് ഈ യാത്രയിലൂടെ ഞങ്ങൾ തകർത്ത് കളഞ്ഞത്. കാരണം ഇൻട്രാക്ട് ചെയ്ത 10,000-കണക്കിന് ആളുകൾ ഇൻട്രാക്ട് ചെയ്ത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഇയാളെത്ര സിമ്പിളാണ്, ഇയാളെത്ര നോളജബിളാണ്, ഇയാൾക്ക് അറിയാത്ത കാര്യങ്ങളൊന്നുമില്ലല്ലോ. ഏത് വിഷയം എടുത്താലും ആ വിഷയത്തിന് അദ്ദേഹത്തിന് മറുപടി ഉണ്ടല്ലോ, അദ്ദേഹം അത് നന്നായിട്ട് പഠിച്ചിട്ടുണ്ടല്ലോ. അത് ഫിലോസഫി ആണെങ്കിൽ ഫിലോസഫി, റിലീജിയൻ ആണെങ്കിൽ റിലീജിയൻ, അത് ടെക്നോളജി ആണെങ്കിൽ ടെക്നോളജി, വാഹനങ്ങളുടെ കാര്യമാണെങ്കിൽ വാഹനങ്ങളുടെ കാര്യം, ഏത് കാര്യം എടുത്ത് നോക്കിയോ ആ ഒരു കാര്യത്തിൽ എല്ലാത്തിലും അദ്ദേഹത്തിന് അറിവുണ്ട്, അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെതായ കാഴ്ചപ്പാടുകളുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സിംപ്ലിസിറ്റിയും ഹ്യൂമിനിറ്റിയും ഒന്നിച്ച് ചേർത്ത് നിർത്താനുള്ള ഒരു മനസ്സും. ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ടാണ് കാരണം എന്ന് വെച്ചാൽ പിന്നെ നല്ല ചൂടുകാലത്താണ് തുടങ്ങിയത് കേരളത്തിൽ, പിന്നെ മഴയായി, പിന്നെ തണുപ്പായി, മഞ്ഞായി. കാശ്മീരിലെത്തിയപ്പോൾ മഞ്ഞു മലകളുടെ ഇടയിലാണ് ഈ ഡിഫറൻറ്റ് കാലാവസ്ഥയിൽ ഡിഫറൻറ്റ് അവസ്ഥയിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ രാഹുൽ ഗാന്ധി നടക്കുന്ന യാത്രയാണ്. ദിവസം ഞങ്ങൾക്ക് അന്നുണ്ടായിരുന്ന എല്ലാവരും പറഞ്ഞെന്താണ്, ഇത് കേരളത്തിൽ കുറച്ച് വിജയിക്കും കോൺഗ്രസ് ഒക്കെ ഉള്ളതുകൊണ്ട്, കേരളം വിട്ട ഈ യാത്രയിൽ ആരും കാണാനുണ്ടാവില്ല. അപ്പോൾ ഓരോ പോയിന്റിലേക്കും നമ്മൾ മുൻകൂട്ടി പോയി അവിടെ അറേഞ്ച്മെൻറ്റ് നടത്തും. ഇപ്പം മറ്റന്നാൾ യാത്ര വരുന്നിടത്ത് ഇന്ന് പോയിട്ട് നേരിട്ട് പോയിട്ട് നടക്കുന്നതോടൊപ്പം തന്നെ അവിടെ പോയി നമുക്ക് തയ്യാറെടുപ്പ് നടത്തണം. ഇത്രയും വലിയ പാരഫെർണലി ഉണ്ടാക്കണം. ഇത്രയും വരുന്ന യാത്രക്കാർക്ക് താമസ സൗകര്യം, അവർക്ക് ഭക്ഷണം, അവരുടെ മറ്റു കാര്യങ്ങളെല്ലാം നോക്കണം. ഞങ്ങളുടെ ആയി പോകുന്ന കണ്ടെയ്നറൊക്കെ പാർക്ക് ചെയ്യാൻ വേണം. രാത്രി കിടന്നുറങ്ങുന്ന അവിടെ തന്നെയാണ്, ആ വണ്ടിയിൽ തന്നെയാണ്. ഇത് അപ്പോൾ അതിനുള്ള വലിയ വലിയ നിരയുണ്ട്. ഞങ്ങൾക്ക് സഹായിക്കാനൊരു ടീമുണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെയൊക്കെ പൊളിറ്റിക്കൽ കോർഡിനേഷൻ എന്ന് പറയുന്നതിനകത്ത് വലിയ ഉത്തരവാദിത്തമായിരുന്നു. ദൈവസഹായത്തിൽ എല്ലാം ഭംഗിയായി ആ യാത്ര ഇന്ത്യൻ ചരിത്രത്തിലെ ഒരു ഇതിഹാസമായി മാറുന്ന കാഴ്ചയാണ്. എനിക്ക് അതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് എൻ്റെ പൊളിറ്റിക്കൽ ലൈഫിലെ ഏറ്റവും വലിയ അനുഭവം ഏതെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ മറുപടി ഭാരത് ജോഡോ യാത്രയാണ്. ഇന്നിപ്പോൾ നമുക്ക് 10,000 ലക്ഷങ്ങളായിരുന്നു ഓരോ സ്ഥലത്തും അണിനിരുന്നത് യാത്രയിൽ. കേരളത്തിലുള്ളവർക്ക് അല്ലെങ്കിൽ മലയാളിക്ക് രാഹുൽ ഗാന്ധിക്ക് വോട്ട് ചെയ്യാൻ കഴിയുമെന്ന് ഒരിക്കലും നമ്മളൊരു കാലത്ത് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അത് നടന്നത് വയനാട്ടിൽ നമ്മൾ കണ്ടു. സൗത്ത് ഇന്ത്യയിൽ കൂടി രാഹുൽജി മത്സരിക്കണം എന്നുള്ള ചിന്ത മുൻപ് മത്സരിച്ചിരുന്നു. ഇന്ദിരാജി മത്സരിച്ചിരുന്നു. 2 മണ്ഡലങ്ങളിൽ മത്സരിക്കുമ്പോൾ ഒരു മണ്ഡലം സൗത്ത് ഇന്ത്യയിലും. അപ്പോൾ അന്ന് ഞങ്ങൾ ആലോചിച്ചപ്പോൾ 2019 സൗത്ത് ഇന്ത്യയിലും കൂടെ മത്സരിക്കണമെന്ന് ആലോചിച്ചു. അപ്പോൾ ആലോചിച്ചപ്പോൾ അങ്ങനെ ഒരു മണ്ഡലം നോക്കിയപ്പോൾ നമുക്കൊരു നിർഭാഗ്യവശാൽ നമ്മുടെ ഏറ്റവും വലിയ സഹപ്രവർത്തനമായിരുന്ന MI ഷാനവാസിൻ്റെ
നിര്യാണത്ത് മൂലം വേക്കൻ്റായ ഒരു മണ്ഡലമാണ് വയനാട്. അപ്പോൾ ആരും മാറ്റിയിട്ട് അവിടെ ഒരാളെ കൊണ്ടുവരേണ്ട കാര്യമില്ല. ദാറ്റ് ഇസ് വേക്കൻറ്റ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കണ്ടെത്തലിലാണ് വയനാട് മത്സരിക്കാൻ തീരുമാനിക്കുന്നത് നമ്മൾ എന്നാദ്യം. ഇപ്പോൾ കേരളത്തിൽ അടുത്ത ഇലക്ഷൻ വരാൻ പോവുകയാണ്. ഇപ്പോൾ തദ്ദേശീയ തെരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ അടുത്ത ഇലക്ഷനിലേക്ക് കയറുകയാണ്. ഈ പ്രാവശ്യത്തെ ഒരു കോൺഗ്രസിൻ്റെ ഒരു പ്രതീക്ഷയെ കുറിച്ചിട്ട് പങ്കുവയ്ക്കുകയാണെങ്കിൽ കോൺഗ്രസ് നല്ല ഭൂരിപക്ഷത്തോടെ മന്ത്രിസഭ ഉണ്ടാക്കും. ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ സാഹചര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ഉയർത്തി കാണിക്കാനുള്ള സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ, അതോ രാഷ്ട്രീയത്തിൽ ഞങ്ങൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ഉയർത്തി കാണിക്കാറില്ല? നമുക്ക് പ്രതീക്ഷിക്കാമോ നമുക്ക് KC വേണുഗോപാൽ മുഖ്യമന്ത്രി? അങ്ങനെ പ്രതീക്ഷിക്കണ്ടായി. കാരണം ഞാൻ നിൽക്കുന്നത് എൻ്റെ പാർട്ടിയെ ജയിപ്പിക്കുക, UDFിൻ്റെ നേതൃത്വമുള്ള ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രിയെ ഉണ്ടാക്കാൻ വേണ്ടി അഹോരാത്രം പണിയെടുക്കുക എന്നുള്ളതാണ് എൻ്റെ ദൗത്യം. ഞാൻ മുഖ്യമന്ത്രിയാകാൻ വേണ്ടി സ്വയം ഇറങ്ങിത്തിരിക്കുക എന്നുള്ളതല്ല എൻ്റെ ദൗത്യം. എൻ്റെ ദൗത്യം വളരെ ക്ലിയറാണ്. എൻ്റെ പാർട്ടിയെ, എൻ്റെ മുന്നണിയെ അധികാരത്തിൽ കൊണ്ടുവരിക, അവിടെ ഒരു മുഖ്യമന്ത്രിയെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഞാൻ അല്ലെങ്കിലും കേരളത്തിൽ വരാറുണ്ട്. പക്ഷെ ഇപ്പോൾ ഈ ഇലക്ഷൻ തിരഞ്ഞെടുപ്പല്ലേ, നാട്ടിലെ പഞ്ചായത്തിലെ മെമ്പർമാരും വാർഡ് മെമ്പർമാരും ബ്ലോക്ക് മെമ്പർമാരും ജില്ലാ പഞ്ചായത്തിലേക്കും അതുപോലെ തന്നെ മുനിസിപ്പൽ കോർപ്പറേഷനിലൊക്കെ മത്സരിക്കുമ്പോൾ അവരുടെ ഇലക്ഷനിൽ നമ്മളതിൻ്റെ ഒരു ഭാഗവാക്കാവുക എന്ന് പറയുന്നത് ഈ സംസ്ഥാനത്തുള്ളൊരു കോൺഗ്രസ്സുകാരൻ എന്നുള്ള എൻ്റെ ചുമതലയല്ലേ. അപ്പോൾ ഈ കാലഘട്ടത്തിൽ കുറച്ച് കൂടുതൽ സമയം ചിലവഴിക്കേണ്ടി വരും. അത് ഒരു സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. അതിലൊരു വേറെ അജണ്ട ഇല്ല. ഇപ്പം കേരള രാഷ്ട്രീയത്തിലാണെങ്കിൽ വേണുഗോപാലിനെ കുറിച്ചിട്ട് ആളുകൾ പലതരത്തിലുള്ള സംസാരങ്ങളാണ്. ഏറ്റവും ലാസ്റ്റ് കേട്ടത് ട്രോജൻ കുതിര എന്നുള്ളതാണ്. ഇത്തരം വിമർശനങ്ങളെ എങ്ങനെയാണ് നേരിടുന്നത്? ഇത്തരം പറയുന്നതൊക്കെ തന്നെ ആരോപണത്തിന് വേണ്ടി പറയുന്നതാണെന്ന് ആർക്കും അറിയാത്തത്. അത് പുച്ഛിച്ച് തള്ളുക, ചിരിച്ചു തള്ളുക, പുച്ഛിക്കുന്നതിനേക്കാൾ ചിരിച്ചു തള്ളുക, അതിന് അത്രേ വില കൊടുക്കേണ്ട കാര്യമുള്ളൂ. അതൊക്കെ ഈ തൂവൽ അവർക്ക് വരുന്നതുകൊണ്ട് അത് പേടിച്ചിട്ട് മുൻകൂർ ജാമ്യം നേടാനുള്ള ശ്രമമാണ് ഇങ്ങോട്ട് തട്ടുന്നത് ആ പന്ത്. സാധാരണ ഈ പാൻ ഇന്ത്യൻ സ്റ്റാർ എന്നൊക്കെ പറയും, നമ്മൾ സിനിമയിൽ മാത്രം ഉപയോഗിക്കുന്ന ഇതാണ്. ഇത് ഒരേ സമയം ഒരു അലങ്കാരവുമാണ്, അതേസമയം ഒരു വലിയ മുൾക്കിരീടമാണ്. കാരണം കേരളത്തിലെ മാത്രം കാര്യങ്ങളിലല്ല, ബീഹാറിൽ തോറ്റാലും ഒറീസയിൽ തോറ്റാലും ആസാമിൽ തോറ്റാലും ഒക്കെ ഉത്തരം പറയേണ്ട ഒരാളായിട്ട് KC മാറുന്നു. സംഘടനാപരമായ ഉത്തരവാദിത്വത്തിന്റെ ഫലമാണ്. കാത്തിരിക്കുകയാണ് എവിടെയെങ്കിലും തോക്കാനായിട്ട്. അപ്പോൾ ഇയാളെ ഒന്ന് കുറ്റപ്പെടുത്താലോ. ബീഹാറിലെ ഇലക്ഷൻ RJD അല്ലേ നയിക്കുന്നത്. കോൺഗ്രസ് മത്സരിക്കുന്ന 55 സീറ്റിൽ, RJD മത്സരിക്കുന്ന 150 സീറ്റിൽ. 0.6% വോട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ. എല്ലാം കൂടെ എടുത്താൽ 1% വോട്ട് പോലും ഇല്ല. എല്ലാവരും കൂടെ എടുത്താൽ അവർ 35 സീറ്റിൽ മത്സരിച്ചിട്ടുണ്ട്. അവിടെ കോൺഗ്രസ് 55 സീറ്റ് മത്സരിക്കുമ്പോൾ 6 മാസം മുമ്പേ തന്നെ വലിയ മുന്നൊരുക്കങ്ങളാണ് ബീഹാർ ഇലക്ഷൻ നമ്മൾ നടത്തിയത്. അവിടെ നടന്നത് എന്താണ്? കഴിഞ്ഞ ദിവസം ധ്രുവാട്ടി, നിങ്ങൾക്കറിയാലോ ധ്രുവാട്ടി, വീഡിയോ ഉണ്ടൊക്കെ. അദ്ദേഹം തെളിവുകളടക്കം കൊണ്ടുവന്ന് പറഞ്ഞില്ലേ, തിരഞ്ഞെടുപ്പ് ഹൈജാക്ക് ചെയ്തതാണ്, അട്ടിമറിച്ചതാണ്, റിഗ്ഗിംഗ് ആണ് നടന്നിരിക്കുന്നത്. എല്ലാ മാനദണ്ഡങ്ങളെയും കാറ്റിൽ പറത്തിയിട്ട്. ഇത് അയാൾ മാത്രമല്ല, അവിടെ പോയ എല്ലാവർക്കും അറിയാം ബീഹാറിൽ നടന്നത് ഇതാണെന്ന്. ഒരു കോൺഗ്രസിന് ഒരു സ്മേവിലാസം പോലും ഉണ്ടാവില്ല പറഞ്ഞിടത്തല്ലേ ലോക്സഭയിൽ 101 അംഗങ്ങളുമായിട്ട് കോൺഗ്രസ് വന്നത്. തെലങ്കാനയിലും കർണാടകത്തിലും ജയിച്ചല്ലോ. അപ്പോൾ ജയത്തിൻ്റെ ഉത്തരവാദിത്വം ക്രെഡിറ്റൊന്നും ആരും എനിക്ക് തരാം, എനിക്ക് വേണ്ടെന്നാണ്. അത് എൻ്റെ ക്രെഡിറ്റായിട്ട് ഞാൻ അവകാശപ്പെടുന്നുമില്ല. പക്ഷെ തോൽവി ഉണ്ടാകുമ്പോൾ തിരഞ്ഞു പിടിച്ചിട്ട് ആക്രമിക്കുക, വിമർശിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അതൊരു ഡിസൈനാണ്. അത് പെർമനൻ്റായി സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഡിസൈനാണ്. അത് ഇയാളെ ആക്രമിക്കണം, ഏത് വിധനെയും ആക്രമിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഡിസൈൻ. അത് അവർക്ക് മനസ്സിന് സന്തോഷം ഉണ്ടാവുന്നെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും പദ്ധതിയുടെ ഭാഗമായിട്ട് അവർക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ട്, അവർ കിട്ടിക്കോട്ടെ. ഞാനിതിപ്പോൾ പറയാൻ പറ്റും. എനിക്കിതിനൊന്നും എന്നെ ബാധിക്കില്ല എന്ന് പറയുന്ന കാര്യം. ഒരു സ്ഥാനത്തോടും താങ്കൾ നേരത്തെ ചോദിച്ചല്ലോ മുഖ്യമന്ത്രി ആകണമെന്നുള്ളത്. ഈ ഒരു സ്ഥാനത്തോടും അമിതമായ സ്നേഹമോ ആർത്തിയോ ഒന്നുമുള്ള ആളല്ല ഞാൻ. ഞാനൊരു സാധാരണ പ്രവർത്തകനായിട്ട് ഇത്രയും വരെ എത്തി. എൻ്റെ പാർട്ടി എന്നെ അംഗീകരിച്ചു. ഐ ആം ഹാപ്പി വിത്ത്. എനിക്ക് തോന്നുന്നു കറക്റ്റ് സമയത്ത് തന്നെയാണ്. നമ്മൾ ക്യാമറ അങ്ങോട്ടൊന്ന് തിരിച്ചു കഴിഞ്ഞാൽ KC വേണുഗോപാലിനെ കാത്തിരിക്കുന്ന ഒരു വലിയ ജനക്കൂട്ടം ഇപ്പോൾ നമ്മുടെ മുമ്പിലുണ്ട്. സ്വർണം ചമ്പാക്കി മാറ്റിക്കൊണ്ടിരിക്കുമായിരുന്നു. ഹൈക്കോടതി ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഈ അറസ്റ്റ് നടക്കില്ലായിരുന്നു. ഇനിയും അറസ്റ്റുകൾ നടക്കും, ഇനിയും കുറ്റവാളികൾ പുറത്തു വരും. പക്ഷേ ഈ കൊണ്ടുപോയ സ്വർണം കൂടി തിരിച്ചു കൊണ്ടുവരണം. ഇതാണ് ആളുകൾ ആവശ്യപ്പെടുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വെറ്റ് തുലക്കുകയാണ് പിണറായി വിജയൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം അവർ ക്രമേണ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ നിങ്ങൾ കണ്ടു, കമ്മ്യൂണിസ്റ്റ് കേന്ദ്രങ്ങളിൽ പോലും ഒത്തൊഴുക്കായിരുന്നു അവരിൽ നിന്നും. നമ്മുടെ
ലോകത്തിലെ പിഞ്ചു കുട്ടികളുടെ മനസ്സിനകത്തേക്ക് വർഗീയ വിഷം വമിപ്പിക്കാൻ നമ്മുടെ ചരിത്രത്തെ വളച്ചൊടിച്ചുകൊണ്ട് ചരിത്രത്തെ മാറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് PMC പദ്ധതിയിൽ അവർ നടപ്പിലാക്കുന്നത്. പഴയ വ്യോമയാന മന്ത്രിക്ക് വേണ്ടിയിട്ട് ഇനി ഫ്ലൈറ്റ് പുറപ്പെടാൻ വെറും 20 മിനിറ്റ് കൂടി മാത്രമേ ഉള്ളൂ. ഈ ലാസ്റ്റ് മിനിറ്റ് റണ്ണിങ്ങിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. പെരുമ്പാവൂരത്തെ ഏറ്റവും ലാസ്റ്റത്തെ മീറ്റിംഗ് കൂടെ കഴിഞ്ഞ് KC നേരെ ഡൽഹിക്ക് പോകാനായിട്ട് പോവാണ്. അപ്പോൾ എന്തായാലും എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു നല്ല എക്സ്പീരിയൻസ് ആണ്. എല്ലാവിധ ആശംസകളും. താങ്ക് യു. നമുക്ക് ഇനിയും കാണാം. തീർച്ചയായും.